ആരെങ്കിലും റെക്കോർഡ് ചെയ്യട്ടെ എന്നുള്ള സ്ക്രീനിൽ. ഓക്കെ, എന്തായാലും റെക്കോർഡിംഗ് ഓൺ ആയിട്ടുണ്ട്, ഇനി പ്രശ്നമൊന്നുമില്ല. അപ്പൊ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് നമ്മുടെ രണ്ടാമത്തെ ക്ലാസ് ആണ്. അർഡിനോ വെച്ചിട്ട് എങ്ങനെ ഒരു സ്മാർട്ട് വില്ലേജ് ഉണ്ടാക്കാം എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഈ സ്മാർട്ട് വില്ലേജ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? സ്മാർട്ട് വില്ലേജ് എന്ന് വെച്ചാൽ എന്താ? ഗ്രാമം അല്ലേ? അപ്പൊ ഈ സ്മാർട്ട് വില്ലേജ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ആർക്കെങ്കിലും പറയാമോ? എല്ലാം ഓട്ടോമാറ്റിക്കായി നടക്കുന്ന ഒരു വില്ലേജ്. അതെ, അതായത് നമ്മുടെ ഗ്രാമത്തിലേക്കുള്ള കറണ്ട് സപ്ലൈ, അതേപോലെ കൃഷി സ്ഥലങ്ങളിലേക്ക് വെള്ളം എത്തുന്നത്, അതേപോലെ തന്നെ എപ്പോഴൊക്കെ ലൈറ്റ് ഓൺ ആവണം, അല്ലെങ്കിൽ വീടുകളിലേക്കുള്ള ലൈറ്റ് ഫാനും ഒക്കെ വൈദ്യുതി എത്തിക്കുന്നത്, ഇതെല്ലാം നമ്മൾ ഈ ഒരു ചെറിയൊരു ആർഡിനോ ബോർഡ് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് ഇത്രയുള്ള ചെറിയൊരു ആർഡിനോ ബോർഡ് നിങ്ങൾ സ്ക്രീനിൽ നോക്കിയാൽ മതി. ഇതേ കണ്ടോ, ഇത്രയുള്ള ചെറിയൊരു ബോർഡ്, അതിന്റെ കയ്യിലകത്ത് ഒതുങ്ങുന്ന രീതിക്കുള്ള ഒരു കുഞ്ഞൊരു ബോർഡാണിത്. ഈ ഒരു ചെറിയൊരു ബോർഡ് വെച്ചിട്ട് എങ്ങനെയായിരിക്കും നമ്മൾ ഇത് ഈ ഒരു സ്മാർട്ട് വില്ലേജ് ഡിസൈൻ ചെയ്യാൻ പോവുക എന്നുള്ളതായിരിക്കും ഈ വരുന്ന ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. അപ്പൊ അതിനു മുമ്പേ ആദ്യം എങ്ങനെയാ അർഡിനോ നമുക്ക് കോഡ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കണം. അതായത് ഈ അർഡിനോ ചുമ്മാ എടുത്ത് വെച്ചിട്ട് നമ്മൾ കുറെ ലൈറ്റും കാര്യങ്ങളും ഒക്കെ ഇതിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്താൽ ഒരിക്കലും ഈ അർഡിനോ പ്രവർത്തിക്കുന്നില്ല. അർഡിനോയ്ക്ക് അകത്തിരിക്കുന്നത് ഒരു മൈക്രോ കൺട്രോളർ ആണെന്ന് നിങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നു. ഇതേപോലെ ഒരു മൈക്രോ കൺട്രോളറാണ് ഈ ഒരു അർഡിനോയ്ക്ക് അകത്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു മൈക്രോ കൺട്രോളറിനകത്തോട്ട് നമ്മൾ പ്രോഗ്രാം പറഞ്ഞു കൊടുക്കണം. അതായത് എന്ത് കാര്യമാണ് ചെയ്യേണ്ടതെന്ന്, ഈ അർഡിനോ എന്ത് കാര്യമാണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ ഈ ഒരു ബോർഡിനകത്ത് പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു കൊടുക്കുന്ന അനുസരിച്ച് മാത്രമേ ഈ അർഡിനോ പ്രവർത്തിക്കത്തുള്ളൂ. അപ്പം അതിനെയാണ് കോഡിംഗ് എന്ന് പറയുന്നത്. അതായത് പല ഞാൻ എന്താ ഉദാഹരണമായിട്ട് പറയുക. ഓക്കെ, നമ്മൾ മൊബൈൽ ഫോൺ എടുത്തിട്ട് SMS ഒരാൾക്ക് അയക്കത്തില്ലേ? SMS എന്തായിരിക്കും അയക്കുന്നത്? ഏത് ഭാഷയിലായിരിക്കും നമ്മൾ ഒരാൾക്ക്? ഇപ്പൊ വാട്സപ്പിൽ ഒരാൾക്ക് നമ്മൾ ഏത് ഭാഷയിലായിരിക്കും മെസ്സേജ് അയക്കുന്നത്? നമ്മൾ ചാറ്റ് ചെയ്ത് മെസ്സേജ് അയക്കുന്നത് ഏത് ഭാഷയിലായിരിക്കും മെസ്സേജ് അയക്കുന്നത്? ഇംഗ്ലീഷിൽ. അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് എടുത്തിട്ട് മലയാളത്തിലേക്ക് ടൈപ്പ് ചെയ്യുന്ന കീബോർഡൊക്കെ ഉണ്ട്. അതായത് നമ്മുടെ ഒരു ആശയവിനിമയമാണ് അവിടെ നടത്തുന്നത്. മറ്റേ ആളിന് നമ്മളൊരു ആശയം അങ്ങോട്ട് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ആർഡിനോ ബോർഡിലേക്കും ആശയങ്ങൾ എത്തിക്കണം. പക്ഷേ ഈ ആർഡിനോ ബോർഡിൽ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ പറയുന്ന ഇംഗ്ലീഷ് കാര്യങ്ങൾ ഇതിന് അതേപോലെ മനസ്സിലാവത്തില്ല. അതായത് ഞാനിപ്പം എനിക്ക് ഒരു ആളിനെ സഹായത്തിന് വേണം. നമ്മുടെ ക്ലാസ്സിൽ നിന്ന് തന്നെ ഒരു കുട്ടിയെ ഞാനിപ്പോൾ ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ തയ്യാറായിരിക്കുന്നത്. അതായത് നമ്മൾ പഠിച്ച കാര്യങ്ങളിൽ ഉത്തരം പറയുന്നതൊന്നുമല്ല, അല്ലാതെ ഞാനിപ്പോൾ ജനറലായിട്ട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കും, അതിന് ഉത്തരം പറയാൻ തയ്യാറായിട്ടുള്ള ഒരാൾ എനിക്ക് വേണം. ആര് വരും? ആരെങ്കിലും ഒരാൾ വന്നു. ഞാൻ നമ്മളെ ജീവിതത്തിൽ ഡെയിലി നടക്കുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റി ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഉത്തരം തരാൻ വേണ്ടി ഒരാളെ വേണം. ആര് വരുന്നു? ആരെങ്കിലും ഒരാൾ വാ. നമ്മളാകെ എത്ര പേരല്ലേ ഉള്ളൂ. പുറത്തുനിന്ന് കാണാൻ വലിയ സദസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ വരാം. ഓക്കെ, റേസ് ഹാൻഡ് ആരെങ്കിലും കൊടുത്തോ? ഓക്കെ, ഇല്ല. ആരായിരുന്നു? പേര് പറയടാ, ഒന്ന് പേരും കൂടെ പറയൂ. അഭിനേഷ്. ഓക്കെ, അഭിനേഷിന്റെ അടുത്ത് ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. ഇപ്പൊ ഞാൻ അഭിനേഷിന്റെ അടുത്ത് മലയാളത്തിലാണ് സംസാരിക്കുന്നത്. അത് അഭിനേഷിന് മനസ്സിലാവുന്നുണ്ടല്ലോ? ഓ, മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഞാൻ പെട്ടെന്ന് ഹിന്ദിയിലോ അല്ലെങ്കിൽ തമിഴിലോ ആണ് സംസാരിക്കുന്നതെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവുമോ? ഇല്ല. അതേപോലെ ഞാനിപ്പോ ജർമ്മൻ ഭാഷയിലാണ്, എനിക്ക് ജർമ്മൻ ഭാഷ അറിഞ്ഞൂടാ, ഞാനിപ്പോ ജർമ്മൻ ഭാഷയല്ല അഭിനേഷിന്റെ അടുത്ത് സംസാരിക്കുന്നതിൽ എന്തെങ്കിലും കാര്യം മനസ്സിലാവുമോ? ജർമ്മനിൽ പറയുന്നത് അല്ലെങ്കിൽ ഫ്രഞ്ചോ? മനസ്സിലാവത്തില്ല. അതേപോലെ തന്നെയാണ് അർഡിനോയും. നമ്മൾ പറയുന്ന ഒരു കാര്യം നമ്മളിപ്പോൾ ഇംഗ്ലീഷ് പറഞ്ഞു കൊടുത്താൽ ഇതിന് മനസ്സിലാവത്തില്ല. നമ്മളായിട്ട് ഈ അർഡിനോയ്ക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയുള്ള ഒരു ഭാഷ കണ്ടുപിടിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ കമ്പ്യൂട്ടർ പഠിച്ചിട്ടില്ലേ? കമ്പ്യൂട്ടറിന്റെ ഭാഷ എന്താണ്? അതെ, ബൈനറിയാണ്. ആരാ പറഞ്ഞത്? അഭിനേഷ് കുഴപ്പമില്ല. ആരാ? ഓക്കെ, ഗൂഗിൾ. ബൈനറി എന്നാണ് പറയുന്നത്. അതായത് ബൈനറി ഭാഷ എന്ന് പറഞ്ഞാൽ ഏതാണ്?
സീറോയും വണ്ണും മാത്രമേ കാണുള്ളൂ. അതായത് ഒന്നെങ്കിൽ കറണ്ട് ചെല്ലുക, ഇല്ലെങ്കിൽ കറണ്ട് ഇല്ല. ഈ ഒരു ഭാഷ മാത്രമേ കമ്പ്യൂട്ടറിന് മനസ്സിലാവുള്ളൂ. പക്ഷെ നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത് എങ്ങനെയാണോ? 0 1 0 1 അടിച്ചാണോ നമ്മൾ കമ്പ്യൂട്ടറിലെ കീബോർഡ് ഉപയോഗിക്കുന്നത്? അല്ല. നമ്മളെന്താ, നമുക്കിപ്പോൾ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്തല്ലേ കീബോർഡ് വെച്ചിട്ടല്ലേ നമുക്കിപ്പം എന്താ പറയുക, വേർഡ് എടുത്ത് അല്ലെങ്കിൽ ലിബ്രെ ഓപ്പൺ ഓഫീസ് എടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്യണം, ഇല്ലെങ്കിൽ ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ ഉണ്ടാക്കണം, അതും അല്ലെങ്കിൽ നമുക്ക് ടക്സ് പെയിന്റ് എടുത്തിട്ട് പെയിന്റ് ചെയ്യണം. അതിന് നമ്മൾ 0 1 ആണോ ഉപയോഗിക്കുന്നത്? അല്ല. അല്ല. നമ്മൾ അവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള കാര്യങ്ങൾ അതിലേക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ മൈക്രോ കൺട്രോളറും 0 1 വെച്ചിട്ട് മാത്രമേ പ്രവർത്തിക്കുള്ളൂ. പക്ഷെ 0 1 വെച്ചിട്ട് ഒരിക്കലും നമുക്ക് മൈക്രോ കൺട്രോളറിന്റെ അടുത്ത് സംസാരിക്കാൻ പറ്റത്തില്ല. അപ്പൊ അതിനുവേണ്ടി നമ്മൾ അർഡിനോ ഭാഷ എന്ന് പറയുന്ന, അർഡിനോ ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ്, നമ്മൾ ഈ ജർമ്മനും ഇംഗ്ലീഷും ഹിന്ദിയും ഒക്കെ പറയുന്നത് പോലെ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന അർഡിനോ ലാംഗ്വേജ്, സി ലാംഗ്വേജ് ആണ് കേട്ടോ. സി ഉണ്ട്, C++ ഉണ്ട്. നിങ്ങൾ അങ്ങനെ ഏതെങ്കിലും പഠിച്ചിട്ടുണ്ടോ? പൈത്തണോ, HTML എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? അങ്ങനെ ഏതെങ്കിലും ഒരു ഭാഷയായിട്ട് പഠിച്ചിട്ടുണ്ടോ? കമ്പ്യൂട്ടറിൽ നമുക്ക് ഉപയോഗിക്കുന്ന, കോഡിങ്ങിന് ഉപയോഗിക്കുന്ന ഏതെങ്കിലും കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഇല്ലെന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, കാരണം 8ലോ 9ലോ ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഏത് പഠിച്ചിട്ടുണ്ട്? പൈത്തൺ. പൈത്തൺ. അപ്പൊ പൈത്തൺ അറിയാമെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഈ C++ എളുപ്പം മനസ്സിലാവും. ജസ്റ്റ് അതിന്റെ കാര്യങ്ങൾ മനസ്സിലായാൽ മതി. അപ്പൊ നമ്മൾ അർഡിനോ ഉപയോഗിക്കുന്നത് സി ലാംഗ്വേജിലാണ്. പൈത്തണിനെ പോലെ തന്നെ വേറൊരു ലാംഗ്വേജ് ആണ് സി എന്ന് പറയുന്നത്. ആ പൈത്തൺ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് പൈത്തൺ എന്ന് പറഞ്ഞൊരു ഭാഷ ഉണ്ടെന്നെങ്കിലും അറിയാലോ, അതൊക്കെ മതി. അപ്പൊ അർഡിനോ ഭാഷ എങ്ങനെയാ കൈകാര്യം ചെയ്യുന്നത്, അതിലെങ്ങനെയാ നമ്മൾ കോഡ് ചെയ്യുന്നത്, എന്തൊക്കെ കാര്യം ഉണ്ടെന്നാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമ്മൾ ഏതൊരു ഭാഷ എടുത്താലും അതിൽ ആദ്യം ടൈപ്പ് ചെയ്യുന്ന വാക്കാണ് ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് എന്താ പറയുക, ഹലോ വേൾഡ് എന്നൊരു വാക്ക് അവിടെ കിടന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒരു ഹെഡിങ് ആയിട്ട് ഇട്ടെന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് അർഡിനോ, ഈ ഒരു അർഡിനോ ബോർഡിനകത്തോട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് ഒരു പ്രത്യേകത, ഒരു സോഫ്റ്റ്വെയർ വേണം. അർഡിനോ എന്ന് പറഞ്ഞിട്ട് തന്നെയുള്ള ഒരു പ്രത്യേകത, ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. ആ സോഫ്റ്റ്വെയർ ഞാനിപ്പോൾ ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇപ്പൊ സ്ക്രീനിൽ ഒരു സോഫ്റ്റ്വെയർ വരുന്നത് കാണാമോ? അർഡിനോ എന്നൊക്കെ എഴുതിയിട്ട് ഒരു വെള്ള കളറില് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഏത് നോക്കണ്ട കേട്ടോ, കുറച്ച് പരിപാടി ഉണ്ടായിരുന്നത്. അപ്പൊ അർഡിനോയുടെ സോഫ്റ്റ്വെയർ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഈ ഒരു സോഫ്റ്റ്വെയറിനകത്ത് നമുക്ക് കോഡ് എഴുതാൻ പറ്റും. ഞാൻ നമ്മുടെ മംഗ്ലീഷിൽ എഴുതി കാണിക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ സൂം ചെയ്ത് നോക്കിക്കോളണേ. 2 വിരൽ വെച്ചിട്ട് സൂം ചെയ്താൽ ഞാൻ ഈ എഴുതുന്നതൊക്കെ കാണാൻ പറ്റും. നമ്മൾ ഇവിടെയാണ് എഴുതുന്നത്. അപ്പൊ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങള് ഈ കുറച്ച് ഭാഗങ്ങളിൽ, ഇത്രയും ഭാഗത്ത് ഈ മഞ്ഞ കളറിൽ കാണിക്കുന്നുണ്ടോ, ആ ഭാഗത്തും ഈ അതിന് തൊട്ട് താഴെയുള്ള ഈ മഞ്ഞ കളർ എഴുതിയിരിക്കുന്ന ഈ ഭാഗത്തുമായിട്ട് എഴുതാൻ പറ്റും. നമുക്ക് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യാം. അർഡിനോയുടെ ലാംഗ്വേജ് സി ലാംഗ്വേജ്, പൈത്തൺ പോലെ വേറൊരു ലാംഗ്വേജ് ആണ്. ഈ സി ലാംഗ്വേജ് നമുക്ക് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുമ്പോൾ കുറച്ച് വാക്കുകൾ, അർഡിനോയ്ക്ക് മനസ്സിലാവുന്ന ചില പ്രത്യേകതരം വാക്കുകളുണ്ട്. ആ വാക്കുകളിൽ മാത്രമേ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതെങ്ങനെയാ എടുക്കുന്നതെന്ന് ഇനി അതിലായിരിക്കും ക്ലാസ് എടുക്കുന്നത്. അതിലെവിടെ ഉണ്ടോടാ? ഹലോ, എടാ കേക്കാം. ഒരു സെക്കൻഡ്. അത് നിനക്ക് പ്രസന്റേഷൻ കാണാൻ പറ്റുന്നില്ലേ? കാണാം. ഓക്കെ, അപ്പൊ ഞാൻ മ്യൂട്ട് ചെയ്തിട്ട് പ്രസന്റേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഹലോ, കേക്കാമല്ലോ? അപ്പോഴത്തേക്കും നമുക്ക് ആർഡിനോയിൽ കോഡിങ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആർഡിനോ ഒരു സോഫ്റ്റ്വെയർ എടുക്കണം. അപ്പൊ നമ്മൾ പുതിയതായിട്ട് ഏത് കോഡ് ചെയ്യാൻ എടുത്താലും അത് ഈ 2 കാര്യങ്ങൾ വരും: വോയിഡ് സെറ്റപ്പും വോയിഡ് ലൂപ്പും. ഈ 2 കാര്യങ്ങൾ വെച്ചാണ് മെയിൻ ആയിട്ട് ആർഡിനോ വർക്ക് ആവുന്നത്. നമ്മൾ ഇതിൻ്റെ അകത്ത് കൊടുക്കുന്ന കാര്യങ്ങൾ വെച്ച് വേണം ആർഡിനോനെ കൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക. അതിലാദ്യം വോയിഡ് സെറ്റപ്പ് എന്താണെന്ന് പറയാം. വോയിഡ് സെറ്റപ്പ് എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ പറഞ്ഞ ഒരു തവണ മാത്രം നമ്മൾ ആദ്യമേ പറഞ്ഞു കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ആർഡിനോയിൽ. അതായത് ഇപ്പൊ ഒരാൾക്ക് നമ്മുടെ വീടെടുത്താൽ മതി. വീട്ടിൽ മോട്ടർ ഓൺ ആക്കണം, ഓഫ് ആക്കണം എന്ന് വെച്ചാൽ വെള്ളം എന്ന് പറയുമ്പോൾ ഓൺ ആക്കണം, വെള്ളം
ഇല്ലാത്തപ്പോ അല്ല, വെള്ളം നിറയുമ്പോൾ ഓഫ് ആക്കണം, വെള്ളം ഇല്ലാത്തപ്പോ ഓൺ ആക്കണം. ഈ കാര്യം നമ്മൾ ഒരു തവണ പറഞ്ഞു കൊടുത്താൽ മതി. എന്ന് വെച്ചാൽ ഇപ്പൊ എന്റെ വീട്ടില് വെള്ളം ഇല്ല, അപ്പൊ ഉടനെ ഞാൻ പോയി മോട്ടർ ഇടും. വെള്ളം നിറയുമ്പോ അതേപോലെ ഓഫ് ചെയ്യും. അപ്പൊ അത് ഒറ്റ തവണ മാത്രം എന്റെ അടുത്ത് പറഞ്ഞു തന്നാൽ മതി എനിക്ക്. അടുത്ത വോയിഡ് ലൂപ്പ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അടുത്തത്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ വീണ്ടും വീണ്ടും ചെയ്യേണ്ട കാര്യങ്ങൾ. അതായത് നമ്മൾ മോട്ടർ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വീണ്ടും വെള്ളം നിറഞ്ഞോ ഇല്ലയോ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം. അതേപോലെ മോട്ടർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം തീർന്നോ ഇല്ലെന്ന് വീണ്ടും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം. അതേപോലെ വീണ്ടും വീണ്ടും ചെയ്യേണ്ട കാര്യങ്ങളാണ് ഓയിൽ ലൂപ്പിന്റെ അകത്ത് വരുന്നത്. ഇതിന് വേറൊരു ഉദാഹരണം പറഞ്ഞു. നമ്മൾ എല്ലാ ദിവസവും സ്ഥിരമായിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യും. അതായത് എല്ലാ ദിവസവും നമ്മൾ രാവിലെ എണീക്കും, കുളിക്കും, പല്ല് തേക്കും. ഇതൊക്കെ സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ ഓരോ ദിവസവും സ്ഥിരം ചെയ്യുന്ന കുറെ കാര്യങ്ങൾ ഇതെല്ലാം കൂടെ ചേർത്തൊരു ലൂപ്പ് എന്ന് പറയാം. അതായത് നമ്മള് ജീവിതം ഫുള്ള് എന്ന് വെച്ചാൽ ഒരു ദിവസം രാവിലെ എണീക്കുന്നു, പല്ല് തേക്കുന്നു, കുളിക്കുന്നു, ഫുഡ് കഴിക്കുന്നു, പഠിക്കുന്നു, അത് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്തോ അങ്ങനെ വരുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ ലൂപ്പ് എന്ന് പറയുന്നത്. മനസ്സിലാവാതെ എന്താ ഞാൻ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ മനസ്സിലാവാതെ എന്താ? മനസ്സിലായോ? ഇനി നമ്മൾ ഇതിന്റെ കോഡിംഗ് വശത്തേക്ക് പോവാം. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ വോയിസ് സെറ്റപ്പ് എഴുതി, അതിനകത്ത് നമ്മൾ അർഡിനോയിലെടുത്ത് ആദ്യം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ഇതെന്ന് പറഞ്ഞാൽ ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് നമുക്ക് ഒരു സാധാ LED ബ്ലിങ്ക് ചെയ്ത് കത്തിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ കത്തി അണഞ്ഞ് നിൽക്കണം, അതിനുള്ള കോഡാണ്. അപ്പൊ ഇത് വെച്ച് ഞാൻ പറഞ്ഞുതരാം. അതിന് വോയിസ് സെറ്റപ്പിന്റെ അകത്ത് പിൻ മോഡ് 13, ഔട്ട്പുട്ട് എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ അർഡിനോയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുക 13ാമത്തെ പിന്നില് ഔട്ട്പുട്ട് വരും. നമ്മൾ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അർഡിനോയ്ക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ നമ്മൾ ആദ്യമേ പറഞ്ഞു കൊടുക്കുന്നു 13ാമത്തെ പിന്ന് ഇതിൽ കാണാം, ഈ പടത്തിൽ നോക്കിയാൽ കാണാൻ പറ്റും. ആ പിന്നില് നമ്മൾ LED-ക്കുള്ള ഔട്ട്പുട്ട് പവർ വരും. ഇതെന്ന് പറയുന്നത് ആദ്യമേ പറഞ്ഞു വെച്ചേക്ക്, ഇനി നമ്മൾ മാറ്റത്തില്ല. അടുത്തത് വോയിഡ് ലൂപ്പ്. വോയിഡ് ലൂപ്പിന്റെ അകത്ത് ഡിജിറ്റൽ റേറ്റ് 13 ഹൈ. ഇതെന്ന് പറയുന്നത് നമ്മൾ ആ 13ാമത്തെ പിന്നിലോട്ട് ഹൈ വാല്യൂ കൊടുക്കും. അതായത് 1 കൊടുത്തു. 1 പറഞ്ഞാൽ ഹൈ വാല്യൂ, അതായത് കറണ്ട്. അപ്പൊ LED കത്തും. അത് കഴിഞ്ഞ് ഡിലേ 1000 എഴുതിയിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് നമുക്ക് കത്തി ഉടനെ അണയുന്നത്, കത്തി 1 സെക്കൻഡ് നിന്നിട്ട് വേണം അണയാൻ. അതിനാണ് ഈ 1000 കൊടുക്കുന്നത്. അപ്പൊ 13 ഡിജിറ്റൽ റേറ്റ് 13 ഹൈ കൊടുക്കുമ്പോ എനിക്ക് കത്തി ഡിലേ 1000 കൊടുക്കുന്നുണ്ട്. ഒരു 1 സെക്കൻഡ് നിൽക്കും, കത്തി നിൽക്കും. എന്നിട്ട് അടുത്തതിലോട്ട് പോകും. അതായത് ഡിജിറ്റൽ റേറ്റ് 13 ലോ. അതായത് 13ാമത്തെ പിന്നിൽ നമ്മൾ വീണ്ടും ലോ ആക്കണം. ലോ എന്ന് പറയുമ്പോൾ 0, അതായത് LED ആണ്. എന്നിട്ട് അത് വീണ്ടും 1 സെക്കൻഡ് വെയിറ്റ് ചെയ്യും. പിന്നെ ഇത് ലൂപ്പ് ആയതുകൊണ്ട് തന്നെ ഈ ഇത്രയും കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ട്, അതായത് അളഞ്ഞിട്ട് പിന്നെ വീണ്ടും ആദ്യം ഡിജിറ്റൽ റേറ്റ് 13 ആയി അവിടെ എത്തി. അപ്പൊ വീണ്ടും LED കത്തും. പിന്നെ ഡിലേ വരുമ്പോഴത്തേക്കും വീണ്ടും 1 സെക്കൻഡ് നിൽക്കും, കത്തി നിൽക്കും. എന്നിട്ട് അടുത്തല്ലേ ഡിജിറ്റൽ റേറ്റ് 13 ലോ. അപ്പൊ വീണ്ടും അണയും, വീണ്ടും വെയിറ്റ് ചെയ്യും, പിന്നും കത്തും, പിന്നും അണയും. ഇതിങ്ങനെ കത്തണയും ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ ബ്ലിങ്കിങ് LED സർക്യൂട്ട് ചെയ്യുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായല്ലോ? മനസ്സിലായി. ഡൗട്ട് വല്ലതും? ഇല്ല. പിന്നെ നമുക്ക് അർഡിനോ എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞ സോഫ്റ്റ്വെയർ തന്നെ കുറെ കോഡ് ആദ്യമേ അതിൽ തന്നെ ഇട്ടിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം നമുക്ക് നോക്കാനുള്ള കോഡുകൾ. അപ്പൊ നമുക്കിപ്പോ ആദ്യമായിട്ട് കോഡൊന്നും അറിഞ്ഞുകൂടെങ്കിൽ കുറച്ച് കോഡ് അതിനകത്ത് തന്നെ ഇട്ടിട്ടുണ്ട്. അതിന്റെ ലൈബ്രറിയിൽ നമുക്ക് എടുക്കുമ്പോൾ കാണാൻ പറ്റും. അതെടുത്ത് അത് വെച്ച് പഠിക്കാനും പറ്റും. വെച്ചാൽ ഫയലിൽ പോയിട്ട് എക്സാമ്പിൾ ഉണ്ട്. അത് എക്സാമ്പിൾ എന്ന് പറയുന്നത് എടുക്കുമ്പോഴത്തേക്കും കുറെ കോഡുകൾ കിട്ടും. അതേ LED ബ്ലിങ്ക് ചെയ്യുന്നത്, അങ്ങനെ കുറെ കാര്യങ്ങൾ അതെല്ലാം എടുത്ത് നമുക്ക് നോക്കാം.
നോക്കാന്ന് വെച്ചാൽ അതിന്റെ ഇൻബിൽഡ് ആയിട്ട് കുറെ കോഡുകൾ നമുക്ക് പഠിക്കാൻ ആവശ്യപ്പെടുന്നു. അപ്പൊ ലൂപ്പ് സെറ്റപ്പ് എങ്ങനെയാ വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലായോ? അതായത് നമ്മൾ ആർഡിനോയുടെ അടുത്ത് ഒരു വട്ടം പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണെങ്കിൽ അത് സെറ്റപ്പിനകത്തും, ഒരുപാട് വട്ടം റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമാണെങ്കിൽ അത് ലൂപ്പിനകത്തും പറഞ്ഞു കൊടുക്കും. നേരത്തെ പറഞ്ഞ ഒരു എക്സാമ്പിളിൽ നമ്മളിപ്പം നമ്മൾ ആർഡിനോ ആണെന്ന് വിചാരിച്ചോളുക. നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മയുണ്ട്. അമ്മയാണ് ഈ പ്രോഗ്രാം എഴുതുന്ന ഒരാൾ. അപ്പം അമ്മ നമ്മളെ അടുത്ത് പറയും മോട്ടർ ഓൺ ചെയ്യണം, നിറയുമ്പോൾ ഓഫ് ചെയ്യണം. അപ്പം ഇതിലേത് കാര്യമായിരിക്കും നിങ്ങൾ സെറ്റപ്പിനകത്ത് എഴുതാൻ പോവുക? എന്തായിരിക്കും നിങ്ങൾ സെറ്റപ്പ്? ഇപ്പം ആർഡിനോ ഭാഷയിൽ പറയണ്ട, ജസ്റ്റ് ചിന്തിച്ചു പറ. നിങ്ങൾ എന്തായിരിക്കും സെറ്റപ്പിനകത്ത് എഴുതാൻ പോകുന്നത്? ആരെങ്കിലും ഒരാൾ പറ. മോട്ടർ ഓഫ് ചെയ്യേ. ഓക്കെ, മോട്ടർ ഓഫ് ചെയ്യുക. ഓക്കെ, ശരിയാണ്. അതായത് പോയി സ്വിച്ച് ഇടുക. സ്വിച്ച് ഇടാനുള്ള കാര്യം നമ്മളടുത്ത് ഒരു വട്ടം പറഞ്ഞാൽ മതി. മോട്ടർ ഓഫ് ചെയ്യുക എന്നുള്ള കാര്യം ഒരു വട്ടം പറഞ്ഞാൽ മതി. നമ്മൾ അവിടെ എന്തായിരിക്കും ലൂപ്പായിട്ട് റിപ്പീറ്റ് ചെയ്ത് ചെയ്യാനുള്ള കാര്യം എന്തായിരിക്കും? നമ്മൾ അവിടെ റിപ്പീറ്റ് ചെയ്ത് നോക്കാനുള്ള കാര്യം എന്തായിരിക്കും? വെള്ളം നിറഞ്ഞു പോണോ ഇല്ലേന്ന് ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കണം. അത് തന്നെ, നമ്മളെ ലൂപ്പായിട്ട്, നമ്മളിപ്പോൾ ലൂപ്പായിട്ടാ പ്രവർത്തിക്കുന്നെങ്കിൽ വെള്ളം നിറഞ്ഞോ ഇല്ലയോ എന്ന് എപ്പോഴും ചെന്ന് ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം. കാരണം നിറഞ്ഞെങ്കിൽ മാത്രം നമ്മൾ മോട്ടോർ പിന്നെ ഓഫ് ചെയ്താൽ മതി. വെള്ളം വറ്റിയെങ്കിൽ മാത്രം മോട്ടോർ പിന്നെ ഓൺ ചെയ്താൽ മതി. അപ്പൊ മോട്ടോർ ഓൺ ചെയ്യുന്ന ഓഫ് ചെയ്യുന്ന കാര്യം ഒരു വട്ടവും, വെള്ളം നിറഞ്ഞോ ഇല്ലയോ എന്നുള്ള കാര്യം റിപ്പീറ്റും ആയിട്ടാണ് ചെയ്യേണ്ടത്. അപ്പൊ ആ ഒരു കാര്യം നമ്മൾ ലൂപ്പിനകത്ത് വിടണം. ഇത്രയേ ഉള്ളൂ ആർഡിനോയുടെ പ്രവർത്തനവും. നമ്മുടെ LED ബൾബ് കത്തണം എന്നുള്ളത് ഏത് പിന്നിലാണ് കത്തേണ്ടത്? ഇതിനകത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിയതിൽ മൊത്തം 0 തൊട്ട് 13 പിന്നുകൾ വരെ ഉണ്ട്. അപ്പൊ 14 പിന്നുകൾ ഇതിനകത്തുണ്ട്. ഇതിൽ ഏത് പിന്നിലാണ് നമ്മൾ LED ബൾബ് കണക്ട് ചെയ്യാൻ പോകുന്നതെന്ന് ആദ്യം പറഞ്ഞു കൊടുക്കണം. അതിനാണ് നമ്മൾ 13, ഔട്ട്പുട്ട് എന്ന് എഴുതിയത്. അതായത് 13ാമത്തെ പിന്നിൽ വരുന്നത് ഔട്ട്പുട്ട് ആയിരിക്കും. അപ്പം ഈ പ്രോഗ്രാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ സൂം ചെയ്ത് നോക്കിക്കോളണേ. ഞാനിവിടെ വലുതാക്കാൻ നോക്കാം. വലുതായി കാണുന്നുണ്ടോ പ്രോഗ്രാം? ഇവിടെ നമ്മൾ പിൻ മോഡ് എന്ന് പറയും. പിൻ മോഡ് എന്ന് പറയുന്നത് ആർഡിനോയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഭാഷയാണ്. ഏത് പിന്നിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുക എന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ പിൻ മോഡ് എന്ന് പറഞ്ഞ വാക്കുകൊണ്ട്. അതായത് നിങ്ങളെ ഞാൻ വിളിക്കുകയാണെങ്കിൽ ഹായ് എന്നല്ലേ വിളിക്കുന്നത്. അപ്പൊ ഹായ് എന്ന് പറഞ്ഞ വാക്ക് നിങ്ങളുടെ അടുത്ത് എത്തിയാൽ നിങ്ങൾ എന്താ മനസ്സിലാക്കുന്നത്? ഓക്കെ, അവൻ ഹായ് പറഞ്ഞ് എന്നെ വിളിച്ചു. അതേപോലെ ആർഡിനോയുടെ അടുത്ത് നമ്മൾ ഏത് പിന്നിലാ കണക്ട് ചെയ്യാൻ പോകുന്നത്, അതായത് നമ്മളിപ്പോൾ പറഞ്ഞു കൊടുക്കുകയാണ്, എടാ ആർഡിനോ നിന്റെ 13ാമത്തെ പിന്നിലേക്കാണ് ഞാൻ കണക്ട് ചെയ്യാൻ പോകുന്നത്. അതിനു വേണ്ടിയുള്ള ഒരു ഒറ്റ വാക്കാണ് പിൻ മോഡ് എന്ന് പറയുന്നത്. അപ്പൊ പിൻ മോഡ് 13, ഔട്ട്പുട്ട്. അതായത് 13ാമത്തെ പിന്നിൽ നമ്മൾ LED ആണ് വയ്ക്കുന്നത്. LED എന്താണ് കാണിക്കുന്നത്? ലൈറ്റ് കത്തിച്ച് കാണിക്കുകയല്ലേ ചെയ്യുന്നത്. അതൊരു ഔട്ട്പുട്ട് അല്ലേ, ഒരു തരം ഔട്ട്പുട്ട് അല്ലേ. നമ്മൾ കമ്പ്യൂട്ടറിൽ ഇൻപുട്ട് ഡിവൈസസും ഔട്ട്പുട്ട് ഡിവൈസസും പഠിച്ചിട്ടുണ്ടോ? നമ്മള് എന്തൊക്കെയാണ് ഈ ഔട്ട്പുട്ട് ഡിവൈസസ്? ഏതൊക്കെയാണെന്ന് അറിയാമോ? ഏതൊക്കെയായിരിക്കും ഈ ഔട്ട്പുട്ട് ഡിവൈസിന് എക്സാമ്പിള്? പ്രിന്റർ, സ്പീക്കർ. പ്രിന്റർ, സ്പീക്കർ, മോണിറ്റർ. അതായത് അതിൽ നിന്നെല്ലാം നമുക്കൊരു ഔട്ടാണ് കിട്ടുന്നത്. നമ്മളപ്പോൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് എന്തൊക്കെയായിരിക്കും? നമ്മുടെ കീബോർഡ്, മൗസ്, ഇതെല്ലാം ആയിരിക്കും നമ്മളെ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. അപ്പൊ LED ഒരു ഇൻപുട്ട് ആയിരിക്കും, ഔട്ട്പുട്ട് ആയിരിക്കുമോ? LED ഏത് ടൈപ്പ് ആയിരിക്കും? ഔട്ട്പുട്ട്. കാരണം LED എന്നൊരു പ്രകാശമാണ് നമ്മളുടെ അടുത്തേക്ക് എത്തുന്നത്. ഒരു മോണിറ്റർ പോലെ ഒരു പ്രകാശമാണ് നമ്മൾ അവിടത്തേക്ക് എത്തുന്നത്. അതുകൊണ്ടൊരു ഔട്ട്പുട്ടാണത്.
അപ്പൊ നമ്മൾ പിൻ മോഡ് 13 LED ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം LED എന്ന് പറഞ്ഞൊരു സാധനം ആർഡിനോയ്ക്ക് അറിയത്തില്ല. ആർഡിനോയ്ക്ക് ആകെ അറിയാവുന്നത് 13 എന്ന് പറഞ്ഞൊരു വാക്കാണ് അതിനറിയാവുന്നത്, അല്ലെങ്കിൽ 13 എന്ന് പറഞ്ഞൊരു പിന്നുണ്ടെന്നേ അറിയാവുള്ളൂ. അതിൽ എന്ത് കണക്ട് ചെയ്യുന്നു എന്ന് ആർഡിനോയ്ക്ക് ചിന്തിച്ചെടുക്കാനുള്ള കഴിവില്ല. കാരണം ആർഡിനോ ഒരു മൈക്രോ കൺട്രോളറിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ പിൻ മോഡ് 13, ഔട്ട്പുട്ട് എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ അതൊരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. LED എന്ന് പറയുന്നത് LED ഒരു ഔട്ട്പുട്ട് ആണെന്ന് ആർഡിനോയ്ക്ക് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ഇനി നമ്മൾ ലൂപ്പിനകത്ത് ആദ്യം 13, ഹൈ എന്ന് എഴുതി. അതായത് 13ാമത്തെ പിന്ന് ഹൈ ആക്കി വെക്കണം. ഈ 1000 എന്ന് എഴുതിയിരിക്കുന്ന 1 സെക്കൻഡിനാണ് 1000 എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പൊ 2 സെക്കൻഡ് ആണെങ്കിൽ നമ്മൾ എന്ത് എഴുതണം? 2000. അപ്പൊ അതേപോലെ അര സെക്കൻഡ് ആണെങ്കിലോ? അര സെക്കൻഡ് 500. ഓക്കെ, അപ്പം അതൊക്കെയാണ് നമ്മൾ ഈ ഒരു ഡിലേ വെച്ച് എഴുതുന്നത്. ഡിലേ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ആർഡിനോയ്ക്ക് അകത്തൊരു ക്ലോക്ക് ഉണ്ട്. ആ ക്ലോക്ക് സമയം അനുസരിച്ചാണ് പോണേന്ന്. അപ്പൊ ആ സമയം നമ്മൾ പറഞ്ഞു കൊടുത്തിരിക്കുകയാണ് ഇവിടെ. അതേപോലെ 13, ലോ എന്ന് കൊടുത്താൽ ഓഫ് ആയിരിക്കും. അത് എത്ര നേരത്തേക്ക് ഓഫ് ആയിരിക്കും? നേരത്തെ അതിൽ പറഞ്ഞ പോലെ 1 സെക്കൻഡിലത്തേക്ക് ഓഫ് ആയിരിക്കും. അപ്പൊ ഇതാണ് ലൂപ്പ്, ഇതാണ് സെറ്റപ്പ്. ഇനി നമ്മളിത് ആർഡിനോ ആയിട്ട് കണക്ട് ചെയ്ത് എങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇപ്പൊ നിങ്ങൾ ഈ ഒരു കേബിള് കാണുന്നുണ്ട്, എന്റെ കയ്യിലിരിക്കുന്ന ഒരു കേബിള്. ഈ കേബിളിന് ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരാം, ഒരു സെക്കൻഡ്. ഈ കേബിളില് നമ്മൾ സാധാരണ ഫോണിന്റെ ഒക്കെ ചാർജർ കേബിൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതിൽ ഇങ്ങനത്തെ ഒരു എൻഡ് അല്ല, അതിൽ ഇങ്ങനെ കൂർത്തിരിക്കുന്ന ഒരു USB സാധാ കേബിളാണ്. പക്ഷെ ഇതാണ് നമുക്ക് ആർഡിനോയിൽ കണക്ട് ചെയ്യാനുള്ളത്. ഇത് നമ്മുടെ ലാപ്ടോപ്പിലും കണക്ട് ചെയ്യാം. എന്നാൽ മാത്രമേ നമ്മളിപ്പോൾ ഈ ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ എഴുതിയ ഈ ഒരു ആർഡിനോ പ്രോഗ്രാമിന് നമുക്ക് ആ ആർഡിനോ ഈ ഒരു ബോർഡിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ മുൻഭാഗം ഇരിക്കുന്നത്. അതിലേക്ക് നമ്മൾ ഈ ഒരു കേബിള് കണക്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ആ ഒരു കേബിള് ആർഡിനോയിലേക്ക് കണക്ട് ചെയ്ത് വെച്ച് ഇതിന്റെ മറ്റേ എൻഡ് നമ്മൾ ലാപ്ടോപ്പിലേക്ക് കൊടുക്കുന്നു. ഇപ്പൊ അത് ആർഡിനോയിൽ ലൈറ്റ് എത്തിയതുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഇപ്പൊ ആർഡിനോയിൽ നമ്മൾ ലൈറ്റ് കത്തിച്ചു. അതായത് ഇപ്പൊ ആർഡിനോ പ്രവർത്തിക്കുന്നുണ്ട്. ഇനി നമുക്ക് കഴിഞ്ഞ ദിവസം നോക്കിയാലോ, ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പൊ ആർഡിനോയിൽ ലൈറ്റ് ഓഫ് ചെയ്തു, ഒന്നുകൂടെ കത്തി, മിന്നിക്കത്തി. ഈ ഒരു റീസെറ്റ് സ്വിച്ച്, നമ്മൾ ഈ ഒരു സ്വിച്ച് ഒന്ന് ഞെക്കിയപ്പോഴാണ് ആ ഒരു കാര്യം അവിടെ നടന്നത്. ഈ ഒരു സ്വിച്ചിൽ നമുക്കൊന്ന് ഞെക്കിയിട്ട് അപ്പോഴേ അങ്ങ് വിട്ടാൽ മതി. അപ്പൊ ഇനി ഈ ആർഡിനോ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് എങ്ങനെയാണ്, ഇപ്പൊ ഈ ആർഡിനോ സോഫ്റ്റ്വെയർ നിങ്ങൾ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഓക്കെ, ഈ ഒരു സോഫ്റ്റ്വെയർ വെച്ചിട്ട് നമ്മൾ ആദ്യമേ ചെക്ക് ചെയ്യാൻ പോകുന്നത്, ടൂൾസ് എടുത്തിട്ട് പോർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏത് പോർട്ടിലേക്കാണ് ഈ ഒരു നമ്മൾ ഈ ആർഡിനോ കണക്ട് ചെയ്തത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം പോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുമ്പോൾ ആർഡിനോ യൂനോ COM6 എന്ന് കിടക്കുന്നുണ്ടോ? ആ ഒരു ഓപ്ഷൻ കണ്ടോ? ഓക്കെ, അപ്പൊ അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോഴും മാത്രമേ ആർഡിനോ സോഫ്റ്റ്വെയറിന് അറിയാൻ പറ്റുള്ളൂ നമ്മൾ ഈ ഒരു ആർഡിനോ കണക്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന്. പിന്നെ ഏത് ടൈപ്പ് ബോർഡാണ് നമ്മൾ ഉപയോഗിച്ചത്? ആർഡിനോ യൂനോ ബോർഡാണ് നമ്മൾ ഉപയോഗിച്ചത്. അത് ഓട്ടോമാറ്റിക്കലി വന്ന് കിടക്കും, നമ്മളായിട്ട് മാറ്റേണ്ട. ഇനി നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്, പ്രോഗ്രാമിൽ നമ്മൾ എഴുതിയ ഈ ഒരു പ്രോഗ്രാമിൽ, ഇതിനെയാണ് ഒരു പ്രോഗ്രാം എന്ന് വിളിക്കുന്നത്. ഈ പ്രോഗ്രാമിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ നോക്കും. അതിനാദ്യം നമ്മൾ വെരിഫൈ ആണ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ടിക്ക് കണ്ടോ ഈ അറ്റത്ത് കിടക്കുന്നത്? ഇടതറ്റത്ത് മുകളിലൊരു ടിക്ക് എന്ന് പറഞ്ഞൊരു റൗണ്ട് കണ്ടോ? ഒരു ടിക്ക് സിമ്പല്. ഓക്കെ, അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ താഴ്ഭാഗത്തായിട്ട് കമ്പൈലിംഗ് സ്കെച്ച് എന്ന് എഴുതി കാണിക്കും. ഈ ഇടതറ്റത്ത് താഴ്ഭാഗത്തായിട്ട് കമ്പൈലിംഗ് സ്കെച്ച് എന്ന് എഴുതി കാണിച്ച് ഈ ഒരു വലതു ഭാഗത്തായിട്ട് ഒരു പച്ച കളർ ബാർ ഇങ്ങനെ ഓടി പോകുന്നുണ്ട്. അപ്പം ഡൺ കമ്പൈലിംഗ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ കണ്ടു. ഓക്കെ, ഇനി അതിനുശേഷം നമ്മൾ ഇത് അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഈ പെൻഡ്രൈവിലോട്ട് സിനിമയൊക്കെ കോപ്പി ചെയ്യുന്ന കണ്ടിട്ടില്ലേ? ലാപ്ടോപ്പിൽ നിന്നും കമ്പ്യൂട്ടറിൽ നിന്നും പെൻഡ്രൈവ് കണക്ട് ചെയ്തിട്ട് സിനിമയൊക്കെ കോപ്പി ചെയ്യത്തില്ലേ? അതേ പരിപാടിയാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ലാപ്ടോപ്പിന്റെ ഈ ഒരു സോഫ്റ്റ്വെയറിൽ എഴുതിയ പ്രോഗ്രാമിനെ നമ്മൾ ഈ ഒരു ബോർഡിലേക്ക്, ഈ ഒരു ആർഡിനോ ബോർഡിലേക്ക് നമ്മൾ കയറ്റാൻ പോവുകയാണ്, സെൻഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. നമ്മൾ അപ്ലോഡ് ഞെക്കി
അപ്ലോഡിംഗ് എന്ന് കാണിച്ചു, ഡൺ അപ്ലോഡിങ്. ഇപ്പൊ ഇവിടെ ഈ ഒരു പ്രോഗ്രാം ഈ ഒരു ആർഡിനോ ബോർഡിനകത്ത് അപ്ലോഡായി കിടപ്പുണ്ട്. പക്ഷെ ഇത് നമുക്ക് ഔട്ട് കാണാൻ പറ്റുമോ? കാരണം നമ്മൾ ഇതിനകത്ത് LED ബൾബോ ഒന്നും കണക്ട് ചെയ്തിട്ടില്ലല്ലോ. ഇതിപ്പോ ജസ്റ്റ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം ഇതിലേക്ക് എഴുതി വെച്ചിട്ടേ ഉള്ളൂ. ഇനി നമ്മൾ ഒരു ബ്രെഡ് ബോർഡ് എടുത്തിട്ട് അതിനകത്താണ് ഈ ഒരു LED കണക്ട് ചെയ്യാൻ പോകുന്നത്. ബ്രെഡ് ബോർഡ് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് സ്ക്രീനിലേക്ക് നോക്കിക്കോളാം. ഞാൻ കറക്റ്റ് ആയിട്ട് കാണിച്ചു തരാം. ഒരു സെക്കൻഡ്. ഓക്കെ, നിങ്ങൾ ഈ കുറെ കണ്ണുള്ള ഒരു ബോർഡ് കാണുന്നുണ്ടോ സ്ക്രീനില്? കാണുന്നുണ്ട്. ഓക്കെ, ഇത് നിങ്ങളുടെ ലിറ്റിൽ കൈറ്റ്സിന് സ്കൂളിൽ കിട്ടുന്ന കിറ്റിനകത്തും ഈ ഒരു വെള്ള കളർ ബോർഡ് കാണും. ഈ ബോർഡിന്റെ കണ്ണുകൾ വെറുതെ വച്ചിരിക്കുകയല്ല, ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഈ മുകളിലത്തെ ഏറ്റവും താഴത്തെ ഏറ്റവും മുകളിലത്തെയും രണ്ട് കണ്ണുകളും അതേപോലെ രണ്ട് ആയിട്ട് കിടക്കുന്ന കണ്ണുകൾ കണ്ടോ? ഏറ്റവും മുകളിലും ഏറ്റവും മുകളിലും രണ്ടെണ്ണം, ഏറ്റവും താഴെ രണ്ടെണ്ണം, രണ്ട് വരിയിലായിട്ട് കണ്ടോ? കണ്ടു. ഓക്കെ, ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വരിയിലുള്ള കണ്ണുകളെല്ലാം ഇങ്ങനെ കണക്റ്റഡ് ആയിരിക്കും. അതായത് ഞാൻ ഇവിടെ ഒരു വയർ കണക്ട് ചെയ്ത് അതിൽ നമ്മുടെ ബാറ്ററിയിൽ നിന്ന് കറണ്ട് കൊടുക്കുകയാണെങ്കിൽ ആ കറണ്ട് നമുക്ക് ഇങ്ങേ അറ്റത്തുനിന്ന് എടുക്കാൻ പറ്റും. മനസ്സിലായോ? മനസ്സിലായി. അതായത് ഞാനിപ്പോ ഇവിടെ ഒരു കറണ്ട് കൊടുത്തു, ഞാൻ ഇവിടെ ഒരു 5 വോൾട്ടേജ് കണക്ട് ചെയ്തു. ഓക്കെ, ആ 5 വോൾട്ടേജ് കണക്ട് ചെയ്തെങ്കിൽ ആ 5 വോൾട്ടേജ് എനിക്ക് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും, ആ 5 വോൾട്ടേജ് എനിക്ക് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും, ആ 5 വോൾട്ടേജ് എനിക്ക് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും. അതായത് ഈ ഒരു വരിയിലെ കണ്ണുകളെല്ലാം അകത്തൂടെ, ഇതിന്റെ ബാക്ക് വശത്ത് വേറെ ഒന്നുമില്ല, പക്ഷെ ബാക്ക് വശം ഊരിക്കളയുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. അത് ജസ്റ്റ് ഡബിൾ സൈഡ് ടേപ്പാണ്, നമുക്ക് എവിടെയെങ്കിലും ഒട്ടിച്ചു വെക്കണമെങ്കിലാന്ന് വിചാരിച്ച്. അപ്പൊ അത് ഇളക്കാൻ നല്ല മെനക്കേട, എടുക്കാൻ പറ്റത്തില്ല. എന്നാലും അതിനകത്ത് കവറിങ്ങും കാര്യങ്ങളും ഒക്കെ കാണും. ആ ഒരു വരിയില് അതിന്റെ താഴത്തെ വരിയിലെയും കണക്ഷൻസ്, ആ കണ്ണുകളെല്ലാം ഇങ്ങനെ കണക്റ്റഡ് ആയിരിക്കും. ഈ ഒരു ആ വരി മൊത്തവും കണക്റ്റഡ് ആയിരിക്കും. അത് മനസ്സിലായോ? അതേപോലെ തന്നെയാണ് താഴെ. മനസ്സിലായി. ഓക്കെ, പക്ഷേ നമ്മളെ ഈ നടുക്കത്തെ ഈ രണ്ട് വരികൾ കണ്ടോ? ഈ കണ്ണുകൾ കണ്ടില്ലേ? ഈ കണ്ണുകളെല്ലാം ഇങ്ങനെ ആയിരിക്കത്തില്ല, താഴെ ആയിരിക്കും കണക്ട് ആയിട്ടുള്ളത്. അതായത് ഞാനിപ്പോ ഈ വരിയില് ഈ ഒരെണ്ണത്തില് വയർ കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ വരുന്ന കണക്ഷൻസ് എനിക്കിവിടെ താഴെ നിന്ന് എടുക്കാൻ പറ്റും. ഓക്കെ, അതായത് അതിലെ കണക്ഷൻസ് എല്ലാം താഴെ ആയിരിക്കും കണക്റ്റഡ് ആയിട്ടുള്ളത്. ഈ കണ്ണുകളെല്ലാം, ഈ മുകളിലത്തെ കണ്ണുകളെല്ലാം നിരത്തിയാണ് കണക്ട് ആയിരിക്കുന്നതെങ്കിൽ ഈ താഴത്തെ കണ്ണുകളെല്ലാം താഴെ ആയിരിക്കും കണക്ട് ആയിരിക്കുന്നത്. അപ്പൊ ഞാൻ താഴെ ഈ LED രണ്ട് കാലുള്ള കാര്യം നിങ്ങൾക്ക് അറിയാലോ, ഒരു LED ബൾബിന്. ഓക്കെ, ഒരെണ്ണത്തിന്റെ നീളം കൂടുതലും മറ്റേതിന്റെ നീളം കുറവുമായിരിക്കും. കാരണം എന്താ? പോസിറ്റീവ് നെഗറ്റീവ്. ഓക്കെ, ഒന്ന് പോസിറ്റീവ് ആയിരിക്കും. ഏതായിരിക്കും പോസിറ്റീവ്? നീളം കൂടിയത്. ഓക്കെ, നീളം കൂടിയത് പോസിറ്റീവ്, നീളം കുറഞ്ഞത് നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ ഞാൻ ഈ ഒരു LED കൊണ്ടുവന്നിട്ട് ഞാൻ ഇതിൽ കണക്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഞാൻ അത് ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുകയാണ്, അതായത് നിരത്തിയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ കണക്ഷൻ ശരിയാണോ തെറ്റാണോ? ഞാൻ ഒരേ വരിയിലെ അതായത് ഈ ഒരു വരിയിലെ തന്നെ ഏറ്റവും ആദ്യത്തെയും അവസാനത്തെയും പിന്നിലാണ്, ആ കണ്ണിലേക്കാണ് ഞാനൊരു LED കണക്ട് ചെയ്തിരിക്കുന്നത്. ഇത് ശരിയായിരിക്കോ തെറ്റായിരിക്കോ? തെറ്റാണ്. കാരണം എന്താ? പോസിറ്റീവ് നെഗറ്റീവ് ഒരേ. അതാണ്, പോസിറ്റീവും നെഗറ്റീവും നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്യുന്നതും, അതായത് ഇങ്ങനെ അടുപ്പിച്ച് കണക്ട് ചെയ്യുന്നതും ഇത് രണ്ടെണ്ണവും കൂടെ ചേർത്തൊട്ടിച്ച് വെക്കുന്നത്, ഈ ഒരു LED രണ്ട് കാലുകളും കൂടെ പെനച്ച് വെക്കുന്നതും ഒരേ എഫക്റ്റ് ആണ് തരിക. കാരണം അത് LED അടിച്ചു പോകും. അപ്പൊ ഇവിടെ എങ്ങനെയായിരിക്കും ഇത് കണക്ട് ചെയ്യേണ്ടേ? രണ്ടെണ്ണത്തിലായിട്ട്. അതെ, രണ്ടെണ്ണത്തിലാണ്. ഞാൻ കണക്ട് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. നമ്മള് ഒരു മിനിറ്റ്, നമ്മളിങ്ങനെ രണ്ട് സ്ഥലത്തായിട്ട് വേണം ഈ ഒരു ബോർഡിൽ കണക്ട് ചെയ്യാൻ. അതാകുമ്പോൾ നമുക്ക് ഒരെണ്ണത്തിൽ പോസിറ്റീവും കൊടുക്കാം, മറ്റേതിൽ നെഗറ്റീവും കൊടുക്കാം. ഇനി നമ്മളിത് ആർഡിനോ ബോർഡിലേക്ക് കണക്ട് ചെയ്യാൻ പോവുകയാണ്. ആർഡിനോ ബോർഡിലേക്ക് കണക്ട് ചെയ്യാൻ നമുക്കൊരു പ്രത്യേക ടൈപ്പ് പിന്ന് കിട്ടും, ജമ്പർ വയർ എന്നാണ് പറയുന്നതിന്. കണ്ടോ, രണ്ട് സൈഡ് മുനയുള്ള വയറുകള് അറിയാം. ഓക്കെ, ഇതിന്റെ വില 2 രൂപയ്ക്കൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും. ഈ ഒരു വയർ ഇത്ര നീളമുള്ള
ഒരു 15 സെന്റിമീറ്റർ 20 സെന്റിമീറ്റർ നീളമുള്ള ഒരു വയറിനെ നമുക്ക് 2 രൂപയ്ക്ക് കിട്ടും. അപ്പം ഇതിൽ നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത് ഈ പോസിറ്റീവ് വയർ എടുത്ത് ആ പോസിറ്റീവ് ലെഗിൽ കണക്ട് ചെയ്യണം. കണ്ടോ, ആ പോസിറ്റീവ് നമ്മൾ കണക്ട് ചെയ്തതിന്റെ അതേ പിന്നിലാണ്, ആ ഒരു ലൈനിലാണ് നമ്മൾ ആ ഒരു വയർ കണക്ട് ചെയ്തത് അല്ലേ? പോസിറ്റീവ് നെഗറ്റീവ് നോക്കിക്കോട്ടെടാ. നമ്മൾ അത് കണക്ട് ചെയ്തു. അപ്പൊ ഇതിന്റെ പോസിറ്റീവ് നമ്മൾ അർഡിനോയുടെ ഏത് പിന്നിലായിരിക്കണം കണക്ട് ചെയ്യാനുള്ളത്? നേരത്തെ നമ്മൾ ഏത് പിന്നിലാ പറഞ്ഞു കൊടുത്തത്? പ്രോഗ്രാം പറഞ്ഞു കൊടുത്ത ഏത് പിന്നിലായിരുന്നു? നമ്മള് ഏത് പിന്നിലായിരുന്നു പറഞ്ഞു കൊടുത്തേ? ഈ ഒരു പ്രോഗ്രാമിൽ ഏത് പിന്നിൽ കണക്ട്? 13. അപ്പൊ നമ്മൾ ചെയ്യാനുള്ളത് LED പോസിറ്റീവ്, കാരണം പോസിറ്റീവിലല്ലേ നമ്മൾ വോൾട്ടേജ് കൊടുക്കുന്നത് അല്ലേ? നമ്മളൊരു ബാറ്ററി എടുത്താൽ പോസിറ്റീവിലല്ലേ ബാറ്ററിയുടെ പോസിറ്റീവ് സൈഡ് കണക്ട് ചെയ്യുന്നത്. അതേപോലെ അർഡിനോയുടെ 13ാമത്തെ പിന്നിലേക്ക് വേണം നമ്മൾ ഈ ഒരു LED പോസിറ്റീവ് കണക്ട് ചെയ്യാൻ. പക്ഷെ ഞാൻ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടും ഈ ചുമന്ന LED കത്തിയില്ല. കാരണം എന്താ? അതെ, നെഗറ്റീവും കൂടെ ഉണ്ടെങ്കിൽ, പോസിറ്റീവും നെഗറ്റീവും കൂടെ നമ്മൾ കണക്ട് ചെയ്ത് വെച്ചാൽ മാത്രമേ നമുക്കൊരു സർക്യൂട്ട് കംപ്ലീറ്റ് ആകത്തുള്ളൂ. അപ്പൊ ഞാൻ അർഡിനോയുടെ ഏത് പിന്നിലായിരിക്കണം ഇതിൽ നെഗറ്റീവ് കണക്ട് ചെയ്യാനുള്ളത്? ഗ്രൗണ്ടിൽ. വളരെ ശരിയാണ്, നമ്മൾ ഗ്രൗണ്ടിലേക്കാണ് ഇതെടുത്ത് കണക്ട് ചെയ്യാൻ പോകുന്നത്. ഒരു സെക്കൻഡേ. ഇതിപ്പോ എന്താ സംഭവിക്കുന്നത് ഇവിടെ? ലൈറ്റ് എങ്ങനെ കത്തുന്നു? മിന്നി ബ്ലിങ്ക് ചെയ്ത്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ LED ബൾബ് എങ്ങനെ ബ്ലിങ്ക് ചെയ്ത് കത്തിക്കാന്നാണ് നമ്മളിപ്പോ പഠിച്ചത്. ഓക്കെ, ഇനി ഇതിന്റെ സമയം വേണമെങ്കിൽ നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അതെങ്ങനെയായിരിക്കണം? നമുക്ക് ഇതിന്റെ കത്തുന്ന അണയുന്ന സമയം കൂട്ടണോ കുറയ്ക്കണോ? എന്ത് വേണം നിങ്ങൾ പറ, അതനുസരിച്ച് നമുക്ക് ചെയ്യാം. കൂട്ടാന്ന് പറഞ്ഞാൽ ഇതിന്റെ സ്പീഡ് കൂട്ടാന്നാണോ അതോ ഇതിന്റെ ഡിലേ കൂട്ടാന്നാണോ? സ്പീഡ് കൂട്ടണമെങ്കിൽ നമ്മുടെ സമയം എന്ത് ചെയ്യണം? കുറയ്ക്കണം. അപ്പം 1000 മാറ്റി നമുക്ക് എന്ത് കൊടുക്കാം? 500. ഓക്കെ, 500 കൊടുത്തു. ഇവിടെ 500 കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങൾ പറ, ഇനി ഞാൻ പറയത്തില്ല. ആദ്യം എന്താ ചെയ്യണ്ടേ? പ്രോഗ്രാം നമ്മൾ എഴുതിയതിനു ശേഷം ആദ്യം എന്ത് ചെയ്യണം? തെറ്റായാലും കുഴപ്പമില്ല, നിങ്ങൾ പറഞ്ഞോ, നമുക്ക് നോക്കാം. എന്തായാലും പഠിക്കാനല്ലേ നമ്മൾ ഇരിക്കുന്നേ. ആൻഡ്രോയിഡ് എന്ത് ചെയ്യണം? അർഡിനോ എന്നാണേ. നമ്മൾ എന്ത് ചെയ്യണം? ടെസ്റ്റ് ചെയ്യണം, ടിക്ക് ചെയ്യണം. ഓക്കെ, ടിക്ക് ചെയ്യുന്നതിന്റെ പേരാണ് വെരിഫൈ ചെയ്യുക, അല്ലെങ്കിൽ കമ്പൈൽ ചെയ്യുക എന്ന് പറയും. നമ്മൾ എഴുതിയ പ്രോഗ്രാം ശരിയാണോ അല്ലേ എന്ന് നോക്കണം. അതിനെയാണ് നമ്മൾ കമ്പൈലേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ കാണാം ഡൺ കമ്പൈലിംഗ്. അപ്പം തെറ്റൊന്നുമില്ല. തെറ്റില്ലെങ്കിൽ ഡൺ എന്ന് വരും. തെറ്റുണ്ടെങ്കിൽ എന്ത് വരും? എന്തെങ്കിലും തെറ്റുണ്ടെന്ന് വരും. അത് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എഴുതിയിരിക്കുന്ന ഈ ഒരു സെമി കോളൻ, നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെയാ ഒരു സെന്റൻസ് എഴുതി അവസാനിപ്പിക്കുന്നത്? എങ്ങനെയാ ഇംഗ്ലീഷില്? ഫുൾ സ്റ്റോപ്പ് ഇടും. പക്ഷെ അർഡിനോയ്ക്ക് ഫുൾ സ്റ്റോപ്പ് അല്ല, സെമി കോളൻ ആണ് ഉപയോഗിക്കാനുള്ളത്. നമ്മൾ ആ കുത്തും കോമ ഇടത്തില്ലേ, സെമി കോളൻ വേണം ഉപയോഗിക്കാൻ. എന്നിട്ട് നമ്മള് നോക്കട്ടെ കേട്ടോ, ഞാൻ സേവ് ചെയ്യാൻ നോക്കിയതാ. പക്ഷെ ഞാനിപ്പോ ആ സെമി കോളൻ ഇടാൻ മറന്നുപോയി. സെമി കോളൻ ഇടാൻ മറന്നിട്ട് ഞാൻ ഇതിനെ വെരിഫൈ ചെയ്തു. അപ്പൊ അവിടെ ഒരു എറർ വന്നത് കണ്ടോ, ഒരു ഓറഞ്ച് കളറില്. എന്നിട്ട് എറർ ഏത് വരിയിലാണെന്ന് കാണിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ ലൈറ്റ് ഈ ഒരു പിങ്ക് കളർ കാണുന്നതിന്റെ തൊട്ട് മുകളിലത്തെ വരിയിലായിരിക്കും നമുക്ക് തെറ്റ് വന്നിട്ടുള്ളത്. അങ്ങനെ ചിന്തിച്ചോളേ. അത് നിങ്ങൾക്ക് കുറെ ചെയ്ത് നോക്കുമ്പോഴൊക്കെ മനസ്സിലാവും. എന്നിട്ട് നമ്മൾ സേവ് ചെയ്തു. സേവ് ചെയ്തതിനു ശേഷം ഒന്നുകൂടെ നമ്മൾ ടിക്ക് കൊടുത്തു, അതായത് കമ്പൈൽ ചെയ്യാൻ നോക്കി. ഇപ്പൊ ആ ഒരു എറർ മാറിയത് കണ്ടോ? അപ്പൊ നമ്മുടെ പ്രോഗ്രാമിൽ വേറെ എററുകളൊന്നുമില്ല. അടുത്ത് ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? അടുത്ത് നമ്മൾ സിനിമ കോപ്പി ചെയ്യുന്ന പരിപാടിയാണ് ചെയ്യുന്നത്. സിനിമ കോപ്പി ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? അപ്ലോഡ് ചെയ്യണം. അപ്പൊ നമ്മൾ അപ്ലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തു.
ഇപ്പൊ കണ്ടോ ആ ഒരു മിന്നി കത്തുന്ന സമയം മാറിയതുണ്ടോ? പെട്ടെന്ന് പെട്ടെന്ന് കത്തുന്നില്ലേ? ഓ ഓക്കെ, ഇനി നമുക്ക് ഇനിയും സ്പീഡ് ആക്കാമെങ്കിൽ എന്ത് ചെയ്യണം? 250. അത് കുറയ്ക്കണം. ഓക്കെ, നമുക്ക് 250 കൊടുക്കാം. പ്രോഗ്രാം ക്ലോസ് ആയി. നമ്മൾ വെരിഫൈ ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്യണം? അപ്ലോഡ് ചെയ്യണം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഓ മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ അത് ആ കത്തുന്നതിന്റെ സ്പീഡ് കൂടിയത് കണ്ടോ? കണ്ടോ? ഓ കണ്ടു. കണ്ടു. ഓക്കെ. ആ, ഇങ്ങനെയാണ് നമ്മളൊരു LED എങ്ങനെ ഒരു ഇല്യൂമിനേഷൻ LED ആക്കി മാറ്റാന്ന് പറയുന്നത്. പക്ഷെ നമുക്കിത് നേരിട്ട് ഇതിലേക്ക് കൊടുക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാക്കും. കാരണം ഇത് 5 വോൾട്ടേജ് ആണ് അർഡിനോ LED കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരു LED കത്താൻ എത്ര വോൾട്ടേജ് മതി? അത് ആർക്കെങ്കിലും അറിയാമോ? ഒരു LED കത്താനായിട്ട് എത്ര വോൾട്ടേജ് മതി കുറഞ്ഞത്? എത്ര? കേട്ടില്ല. 1.5 വോൾട്ടേജ് ഒക്കെ തന്നെ ധാരാളമാണ്. അപ്പൊ നമ്മൾ ഈ ഒരു 5 വോൾട്ടേജ് കണ്ടിന്യൂസ് കൊടുത്താൽ കുറെ നേരം കത്തും. ഒരു 2-3 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ LED ചീത്തയായി പോകാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ LED അടിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മളൊരു റെസിസ്റ്ററും കൂടെ വച്ചിട്ട് നമുക്ക് കൊടുക്കാം. റെസിസ്റ്റർ, ഓക്കെ, ഈ ഒരു റെസിസ്റ്റർ കണ്ടോ? നമ്മൾ ഈ ഒരു റെസിസ്റ്റർ 2 കാല് വളച്ചു. അതിനുശേഷം നമ്മുടെ പോസിറ്റീവില് വേണം എപ്പോഴും റെസിസ്റ്റർ കൊടുക്കാൻ കേട്ടോ. അപ്പൊ നമ്മൾ പോസിറ്റീവില് ഒരു റെസിസ്റ്റർ കൊടുത്തു. റെസിസ്റ്റർ കണ്ടോ? ഇങ്ങനെ കാല് മാറ്റി വെക്കാം, ഇല്ലെങ്കിൽ അതേ സ്ഥലത്ത് തന്നെ നമുക്ക് വയ്ക്കാം. ഒരു സെക്കൻഡ്. റെസിസ്റ്റർ വെച്ചു. ഞാൻ കാണിച്ചു തരാം കേട്ടോ അത് വെച്ചതൊക്കെ. ഇതേ കണ്ടോ, നമ്മളവിടെ ഒരു റെസിസ്റ്റർ ഇരിക്കുന്ന കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, നമ്മളൊരു റെസിസ്റ്റർ, കാരണം 2 കാലുകളും റെസിസ്റ്ററിന്റെ 2 കാലുകളും ഒരേ സ്ഥലത്ത് വച്ചു. പക്ഷെ അത് ചിലപ്പോൾ അടിച്ചു പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് നമ്മളൊന്ന് മാറ്റി വെക്കുകയാണ്. തൊട്ടപ്പുറത്തെ പിന്നിലേക്ക് വെച്ചു. അങ്ങനെ വെച്ചാൽ അടിച്ചു പോകും. അപ്പൊ നമ്മൾ തൊട്ടപ്പുറത്തെ പിന്നിലേക്ക് വെച്ചിട്ട് ഈ ഒരു റെസിസ്റ്ററും കൂടെ വെച്ച് കണക്ട് ചെയ്ത് കാണുന്നുണ്ടോ ഇപ്പോ? കാണുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് നമ്മള് അയ്യോ, അത് വളരെ പവർ കൂടിയ റെസിസ്റ്റർ ആയിരുന്നു കേട്ടോ. ഒന്നും കാണുന്നില്ല. തീരെ ചെറുതായിട്ട് അതിന്റെ അറ്റത്ത് എന്തോ ഒന്ന് മിനുങ്ങുന്നുള്ളത് പോലെ. പിന്നെ മാറ്റി കൊടുത്തു നോക്കാം. അതാണ്, ഈ റെസിസ്റ്ററിന് എല്ലാത്തിലും ഓരോ വാല്യൂകളുണ്ട്. അത് വലിയ എഫക്റ്റ് ഇല്ലാത്ത റെസിസ്റ്റർ ആയിപ്പോ. വേറെ വെച്ചത് വേറെ കാണുന്നില്ല. ഓക്കെ, മറ്റേ റെസിസ്റ്റർ വെച്ച് തന്നെ ഒന്നുകൂടെ കാണിച്ചു തരാം. എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. അതായത് നമ്മൾ ആ റെസിസ്റ്റർ എന്ന് പറഞ്ഞ ഒരു തടസ്സമല്ലേ, ആ ഒരു തടസ്സം വെച്ച കറണ്ടിന്റെ ഒഴുക്കിനെ എങ്ങനെ ബാധിക്കും എന്നുള്ളതാ. തീരെ ചെറുതായിട്ട് എന്തോ ഒന്ന് മിന്നുന്നുണ്ടോ അവിടെ? എന്നാലും ഞാൻ നോക്കട്ട് കാണിച്ചു തരാം. കണ്ടോ? മിന്നുന്നുണ്ടോ? കണ്ടു. അതായത് ഇപ്പൊ അതിന്റെ പ്രകാശം കുറഞ്ഞില്ലേ ആ ഒരു LED-യുടെ? അതെ. അതിന് കാരണം റെസിസ്റ്റർ വെച്ചോണ്ടാണ്. അപ്പൊ റെസിസ്റ്റർ നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജിന്റെ ഒഴുക്കിനെ തടയും. ഇപ്പൊ ആ ഒരു ഓംസ് ലോയും കറക്റ്റ് ആയിട്ട് മനസ്സിലായില്ലേ? ഒരു റെസിസ്റ്റർ വെച്ച വോൾട്ടേജിന്റെയും കറണ്ടിന്റെയും ഒഴുക്കിനെ അത് തടസ്സപ്പെടുത്തും. അതാണ് ഓംസ് ലോ എന്ന് പറയുന്നത്. ഇപ്പൊ LED എങ്ങനെയാ കത്തുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പൊ ഇതുകൊണ്ട് നമുക്ക് എത്ര LED വേണോ കത്തിക്കാം. ഒരെണ്ണത്തിൽ നിന്ന് എടുത്തിട്ട് തന്നെ എത്ര LED വേണോ ഇങ്ങനെ മിന്നി മിന്നി കത്തിക്കാൻ പറ്റും.
ഓക്കെ, മനസ്സിലായോ? ഇത്രയും പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലായി. 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 അപ്പം അതിലെ ഇനി ആ ഒരു വർക്ക് മറ്റേത് മറ്റേ ആക്ടിവിറ്റിയോ ഓ നീ മറ്റേ അത് പ്രസന്റ് ചെയ്ത് ആടാ ഇട്ട് അപ്പൊ ഇനി നമ്മൾ നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി തരികയാണ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാൻ. നിങ്ങൾ ഒരുപാട് സമയം എടുത്തൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് പെട്ടെന്ന് എളുപ്പത്തിന് ചെയ്താൽ മതി. അതായത് ഇന്നിപ്പോ നിങ്ങൾ ഒരു പേപ്പർ എടുക്കണം, ഒരു A4 സൈസ് പേപ്പർ എടുത്തിട്ട് അതിലൊരു വില്ലേജ് വരച്ചു തരണം, ഒരു ഗ്രാമം വരയ്ക്കണം. അപ്പൊ നമ്മള് ഗ്രാമം എന്ന് പറയുന്നത് ഇപ്പൊ സ്ക്രീൻ കണ്ടില്ലേ ഇപ്പൊ വന്നിട്ടേക്കുന്ന ആ രണ്ട് രീതിയിലും വരയ്ക്കാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് നല്ലോണം വീടും ഗ്രാമത്തിലെ വീട് കൃഷിസ്ഥലം എല്ലാം ചേർത്ത് വരയ്ക്കാം, അല്ലെങ്കിൽ പെട്ടിയൊക്കെ വരച്ച് ജസ്റ്റ് അടയാളപ്പെടുത്തി വേണമെങ്കിലും വരയ്ക്കാം. നമ്മൾ പറയുന്നത് എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയും, കുറച്ച് കെട്ടിടങ്ങൾ പറയും, അതെല്ലാം അതിൽ വേണം, അത്രയേ ഉള്ളൂ. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഗ്രാമത്തില് ഒരു 2 കൃഷിസ്ഥലം വേണം, പിന്നെ ഒരു പമ്പ് ഹൗസ് വേണം, പിന്നെ ധാന്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനുള്ള ഒരു സംഭരണി വേണം, പിന്നെ ഒരു സ്കൂള് വേണം, പിന്നെ നദിയോ പുഴയോ അങ്ങനെ വല്ലതും വേണം, പിന്നെ കുറച്ച് വീടുകൾ വേണം. അതായത് രണ്ട് കൃഷിസ്ഥലം വേണം, കുറച്ച് വീടുകൾ വേണം, ഒരു സ്കൂള് വേണം, പമ്പ് ഹൗസ് പോലെ എന്തെങ്കിലും വേണം എന്ന് വെച്ചാൽ വെള്ളം എടുക്കുന്നതിന്, പിന്നെ ഈ സാധനങ്ങളെല്ലാം സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരു സംഭരണി വേണം, അതായത് സ്റ്റോറേജ് ഏരിയ, പിന്നെ വെള്ളം നമുക്ക് എടുക്കാൻ വേണ്ടി നദി പുഴ അങ്ങനെ എന്തെങ്കിലും സൈഡിൽ കൊടുത്ത് കാണിക്കും. അപ്പൊ നിങ്ങൾ ഇന്ന് ചെയ്യാണെന്ന് വെച്ചാൽ ഇതെല്ലാം നിങ്ങളെ മനസ്സിൽ നിങ്ങളേതായ ഇഷ്ടത്തിന് ആലോചിച്ചൊരു പേപ്പർ വരച്ചാൽ മതി, നിങ്ങളേതായ രീതി വരച്ചാൽ മതി. നിങ്ങൾക്ക് നല്ലോണം വരയ്ക്കാൻ പറ്റുമെങ്കിൽ നല്ലോണം വരച്ചോ, അല്ലാതെ ജസ്റ്റ് അത്യാവശ്യം വരയ്ക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ വരച്ചാൽ മതി. മനസ്സിലായിരുന്നു എല്ലാവർക്കും അത്? മനസ്സിലായി. ഓക്കെ, എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഒരു പടം പോലെ എന്തെങ്കിലും ഒന്ന് വരച്ച് ഇട്ടിരുന്നാൽ മതി. അപ്പം ഇത്രയും നേരം നമ്മൾ ക്ലാസ് ഒക്കെ കേട്ടു. ഇനി നമുക്ക് കുറച്ചും കൂടെ ഉണ്ട്. അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇതുവരെ പഠിപ്പിച്ചതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഏതെങ്കിലും കാര്യം ഒന്നുകൂടെ പറയാനോ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ വല്ലതും ബ്രെഡ് ബോർഡില് നെഗറ്റീവും പോസിറ്റീവും മനസ്സിലായില്ല. ഓക്കെ അതൊന്നുകൂടെ പറഞ്ഞുതരാം. ഓക്കെ, സത്യത്തില് ഈ ബ്രെഡ് ബോർഡിൽ നെഗറ്റീവും പോസിറ്റീവും എന്ന് പറയുന്ന ഒരു കാര്യമില്ല. നമ്മൾ എന്ത് കൊടുക്കുന്നു അതാണ് നെഗറ്റീവ്, അതാണ് പോസിറ്റീവ്. ഇപ്പൊ ഞാൻ ഈ ഒരു ജമ്പർ വയർ ഈ ഏറ്റവും മുകളിലത്തെ 2 കാര്യങ്ങളില്ലേ, ഈ ഏറ്റവും മുകളിലത്തെ 2 ലൈനുകൾ കാണുന്നുണ്ട്. ഈ ഒരു ഡോട്ട് ലൈനായിട്ട് അങ്ങേറ്റം വരെ പോകുന്നുണ്ട്, താഴെ ലൈനായിട്ട് ഇങ്ങേറ്റം വരെയും വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ ഒരു വയലറ്റ് കളർ വയർ ഏറ്റവും മുകളിലത്തേല കൊടുത്തത് അല്ലെ, വയലറ്റ് കളർ ഞാൻ മുകളിലത്തേല കൊടുത്തത്. ഇപ്പൊ ഞാൻ ഈ വയലറ്റ് കളറിൽ ഇതിനകത്ത് ഞാൻ ഇവിടെ ഈ ഭാഗത്തായിട്ട് 5 വോൾട്ടേജ് കണക്ട് ചെയ്തു. ഈ 5 വോൾട്ടേജ് ഞാൻ കണക്ട് ചെയ്തെങ്കിൽ ആ 5 വോൾട്ടേജ് എനിക്ക് ഇവിടെ മൊത്തം കിട്ടും. മനസ്സിലായോ? അതായത് മുകളിലത്തെ വരിയിൽ ഇതിന്റെ 2 വരിയുള്ളതില് വയലറ്റ് കളർ കണക്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു വരി, അതായത് ഞാൻ ഈ വയർ ഇങ്ങനെ നീളത്തിൽ ഇടുന്നതിന് പകരമാണ് ഈ ഒരു ബ്രെഡ് ബോർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എനിക്ക് ഒരുപാട് സ്ഥലത്തുനിന്ന് കണക്ഷൻ എടുക്കാനുണ്ടെങ്കിൽ എനിക്ക് ഈ ബ്രെഡ് ബോർഡ് വളരെയധികം സഹായമാവും. അതായത് ഞാനിപ്പോ ഈ വയലറ്റ് വയർ ഇങ്ങനെ കൊടുത്തിട്ട് ഈ വയർ മുറിച്ച് അതിന്റെ പല ഭാഗത്തു നിന്നും കണക്ഷൻ എടുക്കണ്ടേ. അതിന് പകരം ഞാൻ ഇതിന്റെ മുകളിലത്തെ ഈ ഒരു ഭാഗത്തായിട്ട് കണക്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ മുകളിലത്തെ വരി മൊത്തവും ഞാൻ ഈ വയലറ്റ് കളർ വയറിൽ എന്താണോ കൊടുക്കുന്നത് ആ ഒരു സിഗ്നൽ അല്ലെങ്കിൽ വോൾട്ടേജ് ഇവിടെ മൊത്തവും കിട്ടും. അതേപോലെയാണ് പച്ചയുടെ കാര്യം. പക്ഷേ ഞാൻ ഈ താഴത്തെ ഈ ഒരു ഭാഗം കണ്ടു, ഇവിടെ ആ ഒരു 2 വരിയുടെ നടുക്കൊരു വരയുണ്ട്, അതിനുശേഷമുള്ള ആ ഒരു ഭാഗം, അവിടെ ഞാൻ ഏറ്റവും മുകളിലത്തതിലാ കണക്ഷൻ കൊടുക്കുന്നതെന്ന് വിചാരിച്ചു. ഞാൻ ഇവിടെ കൊടുത്ത പക്ഷെ എനിക്ക് ഇവിടെ ഈ ഒരു വരിയിലല്ല, നിരത്തിയുള്ള വരിയിലല്ല കിട്ടുന്നത്, താഴോട്ടുള്ള ആ ഒരു വരിയിലാ കിട്ടുന്നത്. ഈ താഴോട്ടുള്ള ഈ ഒരു വരിയില്ലേ, അവിടെ ആയിരിക്കും ഇത് കിട്ടുന്നത്. ഇങ്ങനെ താഴോട്ടുള്ള ഭാഗങ്ങളിലായിരിക്കും
എനിക്ക് ആ കണക്ഷൻ കിട്ടുന്നത്. അവിടെ എനിക്ക് കുറുകെ കിട്ടത്തില്ല, താഴോട്ടായിരിക്കും കിട്ടുന്നത്, നടുവേ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഇത്രയുള്ള ബ്രെഡ് ബോർഡ്. ബ്രെഡ് ബോർഡ് നിങ്ങൾ കൂടുതൽ നോക്കണ്ട, നമുക്ക് കണക്ഷൻ കൊടുക്കാൻ എളുപ്പത്തിന് വേണ്ടി കണ്ടുപിടിച്ച് വരുന്നു. കൂടുതൽ വേണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് യൂട്യൂബിൽ കയറി ബ്രെഡ് ബോർഡ് കണക്ഷൻസ് എന്നൊക്കെ അടിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഞാനും എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ച് കുറച്ചായിട്ട്, ഒരു 2-ാം വർഷമൊക്കെ ആയിട്ടായി ബ്രെഡ് ബോർഡ് കറക്റ്റ് എങ്ങനെയാണ് നോക്കുന്നതെന്നൊക്കെ മനസ്സിലായത്. അതുകൊണ്ട് ഇപ്പൊ മനസ്സിലായില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെയാണ് ആ ബ്രെഡ് ബോർഡിന്റെ കണക്ഷൻ ഞാൻ PPT-യിൽ കാണിച്ചു തരാം. അപ്പൊ ചിലപ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും. ചേട്ടാ ബ്രെഡ് ബോർഡ് എന്തൊരു നമ്മളെ വലുതുണ്ട് ബ്രെഡ് ബോർഡിന്റെ? പല സൈസ് ഉണ്ട്. ഇതാണ് ഒരുവിധം. എക്സ്പീരിയൻസിന് മാത്രമാണോ? ബ്രെഡ് ബോർഡ് മെയിൻലി ഇങ്ങനെ കണക്ഷൻസ് കൊടുക്കാൻ. നമ്മളിപ്പോ ഒരുപാട് വയറുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിപ്പോ ഒറ്റ വയറിൽ നിന്ന് തന്നെ 10 സ്ഥലത്ത് നിന്ന് കണക്ഷൻ എടുക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ വയറ് മുറിച്ചല്ലേ കണക്ട് ചെയ്യുന്നത്. കുറച്ച് ഭാഗത്ത് ആ ഒരു ഇൻസുലേഷൻ മാറ്റിയിട്ടല്ലേ കണക്ട് ചെയ്യുന്നത്. അതിന് പകരം നമ്മൾ ആ ഒരു ബ്രെഡ് ബോർഡിൽ കൊടുക്കുകയാണെങ്കിൽ അത്രയും ഭാഗത്തു നിന്ന് നമുക്ക് എവിടെ നിന്ന് വേണോ, ആ ദ്വാരങ്ങളിൽ നിന്ന് എവിടെ നിന്ന് വേണോ എടുക്കാൻ പറ്റും. അപ്പൊ അതിനാണ് നമ്മൾ മെയിൻലി ബ്രെഡ് ബോർഡുകൾ ഉപയോഗിക്കുന്നത് ഈ ഇലക്ട്രോണിക്സ് പ്രോജക്റ്റുകൾക്ക്. അതേ കണ്ടോ, ഇതില് മുകളിലത്തെ ഇതില് നെടുവേ ഇങ്ങനെ കാണും, കുറുകെ കാണും. മനസ്സിലായോ? ഇതിൽ ഓരോ റോ ആയിരിക്കും കണക്ട് ചെയ്തിരിക്കുന്നത്. അതായത് കണക്ഷൻ അകത്തൂടെയാണ് പോകുന്നത്. നമ്മളിപ്പോ ഈ ഒരു അറ്റത്ത് കണക്ട് ചെയ്താൽ നമുക്ക് അതിന്റെ മറ്റേ അറ്റത്ത് നിന്ന് കണക്ഷൻ എടുക്കാൻ പറ്റും. അതായത് ഞാൻ ഇവിടെ കൊടുക്കുന്ന ഒരു വോൾട്ടേജ് തന്നെ എനിക്ക് ഈ കണ്ണിൽ നിന്ന് കിട്ടും, ഈ കണ്ണിൽ നിന്ന് കിട്ടും, ഈ കണ്ണിൽ നിന്ന് കിട്ടും, ഈ കണ്ണിൽ നിന്ന് കിട്ടും, എവിടെ നിന്ന് വേണോ കിട്ടും. അതേപോലെ താഴോട്ട് കൊടുക്കുകയാണെങ്കിൽ അവിടെ നിന്ന് നമുക്ക് പല ഭാഗത്തു നിന്ന് ഇവിടെ ഇങ്ങനെ ഈ താഴോട്ടുള്ള കണക്ഷൻസ് നിന്ന് എടുക്കാൻ പറ്റും. പക്ഷെ ഞാൻ ഇവിടെയാണ് കണക്ഷൻ കൊടുത്തതെങ്കിൽ അതെനിക്ക് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റത്തില്ല. കാരണം ഈ നടുക്കുള്ള ഭാഗത്ത് താഴോട്ടായിരിക്കും കണക്ഷൻ വരുന്നത്. മനസ്സിലായോ? ചേട്ടാ എനിക്കൊരു ഡൗട്ട്. ഇതൊത്തി കാണിച്ചു തരൂ. പ്രോജക്റ്റ് തന്നില്ലേ? മറ്റേ നമ്മൾ ആക്ടിവിറ്റി തന്ന പടം വരയ്ക്കാൻ തന്നത്. അതിന്റെ എക്സാമ്പിൾ ഗ്രൂപ്പിൽ ഇട്ടേക്കടാ. ക്ലാസ് തീർന്ന ഉടനെ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. അതായത് നിങ്ങൾക്ക് വീട് പോലെയൊക്കെ വരയ്ക്കാനുള്ള ഒരിതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വീട് പോലെയൊക്കെ വരച്ചിടാം. ഇല്ലെങ്കിൽ ഓരോ സ്ക്വയർ ആയിട്ടൊക്കെ വരച്ചാൽ മതി. ചതുരം, സമചതുരം, അല്ലെങ്കിൽ വൃത്തം, അങ്ങനെ ഓരോ ആകൃതിയിലൊക്കെ വരച്ചിട്ടാലും മതി. അതൊരു കുളമാണെന്ന് കാണിക്കുക, അല്ലെങ്കിൽ ഇതൊരു വീടാണെന്ന് എഴുതി വെച്ചാൽ മതി. ഇങ്ങനെ 2 ഫാമും ഒരു സ്കൂളും അല്ലേ? അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അതിന് മിനിമം പിന്നെ ഒരു പമ്പേഴ്സ്, പിന്നെ മറ്റേ ധാന്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരു സ്റ്റോറേജ്, പിന്നെ മറ്റേ നദിയോ പുഴയോ അങ്ങനെ ഓരോ സൈഡിൽ കാണിച്ചു. നമ്മൾ എന്തൊക്കെയാണെന്ന് ഗ്രൂപ്പിലും കൂടെ ഒന്നുകൂടെ വീടുകളും അതൊക്കെ വരക്കാം. വേറെ ഏതെങ്കിലും സംശയമുണ്ടോ ഈ LED-നെ കുറിച്ചോ സെൻസറുകളെ കുറിച്ചോ? എന്തായാലും നമ്മളിപ്പോ സെൻസേഴ്സ് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ ഒന്നുകൂടെ പറഞ്ഞുതരാം. എന്നിട്ട് നമ്മള് വീടുകളില് ഈ ഓട്ടോമാറ്റിക് സ്ട്രീറ്റ് ലൈറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? എന്താണ് ഓട്ടോമാറ്റിക് സ്ട്രീറ്റ് ലൈറ്റ്? അത് രാത്രിയാവുമ്പോ റോഡുകളിൽ കത്തുന്ന ലൈറ്റ് അല്ലേ? താനേ കത്തും. അതായത് ഇപ്പൊ ഈ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കുറച്ചുനാൾ മുമ്പ് വരെ, അല്ലെങ്കിൽ ഇപ്പോഴും പല സ്ഥലങ്ങളിലും ഈ KSEB അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിക്കാര്, പഞ്ചായത്തുകാര് തനിയെ ഓൺ ചെയ്യുകയല്ലേ ചെയ്യുന്നത്. അവർ ആ ഒരു KSEB ഓഫീസിന്റെ അവിടെ നിന്ന് ഓൺ ചെയ്ത് വിടുമ്പോഴാണ് ഓൺ ആവുന്നത്. പക്ഷെ ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ തനിയെ തന്നെ ആ ലൈറ്റുകൾ കത്തിക്കോളും. വൈകിട്ട് ഒരു 6 മണിയോ 6:30 ആവുമ്പോൾ സമയം അനുസരിച്ച് അത് തനിയെ കത്തും. പക്ഷെ സമയം അനുസരിച്ച് കത്തുന്നതിന് പകരം നമുക്ക് പ്രകാശം അനുസരിച്ച് ഇത് കത്തിക്കാൻ പറ്റിയെങ്കിൽ നല്ലതല്ലേ? അല്ലെ? അതായത് ഇപ്പം സൂര്യന്റെ ലഭ്യത, ആ ഒരു വെളിച്ചത്തിന്റെ ലഭ്യത അനുസരിച്ച് ഈ ലൈറ്റുകൾ ഓൺ ആവുന്ന രീതിയാണെങ്കിൽ അതല്ലേ കുറച്ചുകൂടെ നല്ലത്? കാരണം ചില സ്ഥലങ്ങളിൽ 6 മണിയാവുമ്പോഴേ ഇരുട്ടും, പക്ഷെ ചില സ്ഥലങ്ങളിൽ 6:30 ആയിട്ട് ഇരുട്ടത്തുള്ളൂ. പക്ഷെ നമ്മൾ 6 മണിക്ക് ലൈറ്റ് ഇടുവാണെങ്കിൽ 1/2 മണിക്കൂർ ലൈറ്റ് ഇരുട്ടാത്ത സ്ഥലത്ത് ആ ഒരു കറണ്ട് വേസ്റ്റ് അല്ലേ ആ ഒരു ഭാഗത്തായിട്ട്? അപ്പൊ അത് നമുക്ക് ആർഡിനോ പ്രോഗ്രാം വെച്ച് ചെയ്യാൻ പറ്റും. പക്ഷെ അതിന് മുന്നേ കുറച്ച് സെൻസറുകളും കാര്യങ്ങളും നിങ്ങളെ പരിചയപ്പെടുത്താം. എന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. ഈ കാണുന്നത് എന്താ? നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിയത്. പേരാർക്കെങ്കിലും ഓർമ്മയുണ്ടോ?
ഈ കാണുന്ന ഒരു സെൻസർ 2 LED അറ്റത്തുണ്ട്. ഓട്ടോമാറ്റിക് ഇതാണ് IR സെൻസർ. ഈ IR സെൻസർ എന്ന് പറയുമ്പോൾ നമ്മുടെ റിമോട്ടിന്റെ അറ്റത്ത് ഒരു LED ബൾബ് ഇരിക്കുന്ന കണ്ടിട്ടില്ലേ, ടിവിയുടെ റിമോട്ടിന്റെ അറ്റത്ത്. അതേപോലെ തന്നെ ടിവിയുടെ ഫ്രണ്ടിലായിട്ട് വേറൊരു LED ബൾബ് ഇരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങള്? അതെന്ന് പറഞ്ഞാൽ നമ്മൾ TV റിമോട്ടിൽ നിന്ന് അയക്കുന്ന സിഗ്നല് ആ LED വഴി പുറത്തോട്ട് പോയിട്ട് ടിവിയുടെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ആ ഒരു LED പിടിച്ചെടുക്കും. ഈ ഒരു സിഗ്നല് അയക്കുന്നത് പിടിച്ചെടുത്തിട്ടാണ് ഈ TV സിഗ്നലുകൾ നമ്മൾ ഇപ്പൊ ചാനൽ മാറ്റുമ്പോൾ ചാനൽ മാറ്റാനുള്ളതാണ് എന്ന് TV അറിയുന്നത്. അതേപോലെ തന്നെ ഈ ഒരു IRല് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു വെള്ള LED കൂടെ, നിങ്ങൾ കാണുന്ന ഒരു വെള്ള LED കൂടെ കണ്ടിന്യൂസ് ആയിട്ട് സിഗ്നൽ വിട്ടോണ്ടേയിരിക്കും. അപ്പൊ എന്തെങ്കിലും ഒരു തടസ്സം വരുമ്പോൾ ഈ സിഗ്നൽ തിരിച്ച് റിഫ്ലക്റ്റ് ആയിട്ട് തട്ടിയിട്ട് ഈ ഒരു കറുത്ത LED വന്ന് കയറിക്കോളും. അപ്പം അങ്ങനെയാണ് ഈ ഒരു സെൻസർ ഉപയോഗിക്കുന്നത്. ഇത് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ തുണിക്കടകളിലെ ഓട്ടോമാറ്റിക് ആയിട്ട് ഡോറ് തുറക്കത്തില്ലേ, ഡോറ് തുറക്കുന്ന കണ്ടിട്ടില്ലേ, അവിടെയാണ് ഇത് ഉപയോഗിക്കുന്നത്. അതായത് ആ സെൻസർ അവരിങ്ങനെ വച്ചിരിക്കും. ഒരു തടസ്സം ഇതിന്റെ ഫ്രണ്ടിൽ വരുമ്പോൾ ആ ഡോറ് തനിയെ തുറക്കും. ആ തടസ്സം മാറിയതിന് ശേഷം മാത്രമേ ഈ ഡോറ് അടയത്തുള്ളൂ. ഓക്കെ, അപ്പൊ അതാണ് IR സെൻസർ. ഇനി അൾട്രാസോണിക് എന്ന് പറഞ്ഞൊരു സെൻസർ ഉണ്ട്. ഇത് കണ്ടോ, 2 കണ്ണായിട്ടിരിക്കുന്ന ഈ വയർ, നിങ്ങൾ നോക്കുന്നത് വയർ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാ. ഈ ഒരു സെൻസർ കാണുന്നുണ്ടോ? ഈ സെൻസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വവ്വാലൊക്കെ ഇല്ലേ, വവ്വാൽ എങ്ങനെയാ അത് പറക്കുന്നതിന് രാത്രിയായ കണ്ണ് കാണത്തില്ലല്ലോ വവ്വാലിന്. അപ്പൊ അതെങ്ങനെയാ പറക്കുന്നേ? അൾട്രാസോണിക് സൗണ്ടുകള് വായിൽ കൂടെ പുറപ്പെടുവിച്ച് എവിടെയെങ്കിലും തട്ടി തിരിച്ചു വരികയല്ലേ ചെയ്യുന്നത്. അതേപോലെയാണ് ഇതിലും ചെയ്യുന്നത്. ഇതിലെ ഒരു കണ്ണായിട്ടിരിക്കുന്ന ഈ ഒരു വട്ടം ഈ ഒരു അൾട്രാസോണിക് സൗണ്ട് പുറപ്പെടുവിക്കും. അപ്പം ഇതിന്റെ ദൂരം നമുക്കൊരു 2 മീറ്റർ വരെ കിട്ടും. ഓക്കെ, 2 മീറ്റർ വരെ ഇതിന്റെ ദൂരം കിട്ടും. അപ്പം ഇതിലേക്കൂടെ കൊടുത്തു വിടുന്നത് എവിടെയെങ്കിലും ചെന്ന് ഇടിച്ചിട്ട് തിരിച്ച് മറ്റേ കണ്ണ് പിടിച്ചെടുക്കും. അപ്പൊ അങ്ങനെയാണ് ഇത് ദൂരം അളക്കാനാണ് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഞാനിപ്പോ ഇങ്ങനെ വെച്ചിട്ട് അടുത്തോട്ട് കൈ കൊണ്ടുവന്ന എന്റെ കൈ എത്ര ദൂരത്തിലായിരിക്കുന്നതെന്ന് അറിയാൻ പറ്റും. അല്ലെങ്കിൽ ഫ്രണ്ടിൽ ഒരു തടസ്സം നമ്മൾ ഇതിങ്ങനെ വെക്കുകയാണെങ്കിൽ ഒരു കാറൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ഒരു തടസ്സം ഉണ്ടെന്ന് അറിയാൻ പറ്റും. അല്ലെങ്കിൽ ഒരാളിങ്ങനെ നടന്നു വരുമ്പോൾ തടസ്സം ഉണ്ടെന്ന് അറിയാൻ പറ്റും. ഇതിന്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശം ഇല്ലേ, നമ്മളെ സൂര്യപ്രകാശം അടിച്ചാൽ ഇത് വർക്ക് ആവണമെന്നില്ല. ഇത് എപ്പോഴും ഓണായി തന്നെ കിടക്കും. ഇപ്പൊ ഒരാള് വരണമെന്നില്ല. സൂര്യപ്രകാശം അടിച്ചാൽ തന്നെ ആള് വന്നു എന്ന് മനസ്സിലാക്കിയിട്ട് തുണിക്കടയിലേക്ക് ലൈറ്റ് ഒക്കെ ഡോർ ഓൺ ആവും. പക്ഷെ അവിടെയാണ് നമ്മൾ ഈ ഒരു അൾട്രാസോണിക് സൗണ്ട് വേവ് ഉപയോഗിക്കുന്നത്. അപ്പൊ സൗണ്ട് വേവ് പുറപ്പെടുവിച്ച് എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടെങ്കിൽ മാത്രമേ സൗണ്ട് തട്ടിയാണ് തിരിച്ചു വരുന്നത്, ലൈറ്റ് അല്ല തിരിച്ചു വരുന്നത്. അപ്പം അതിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് കുറച്ചുകൂടെ ഉപയോഗപ്രദമാണ് ഈ ഒരു അൾട്രാസോണിക് സെൻസർ ഉപയോഗിക്കുന്നത്. ഇതിന് ഏകദേശം ഒരു 200-250 രൂപ വരും. ഈ ഒരു IRനും ഏകദേശം ഒരു 60 രൂപയൊക്കെ വരത്തുള്ളൂ ഈ IR. അപ്പം വിലയിലും വ്യത്യാസമുണ്ട്. പിന്നെ നമ്മള് സർവോ മോട്ടർ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മളെ സാധാ DC മോട്ടർ അല്ല, കളിപ്പാട്ട മോട്ടർ അല്ല, സർവോ മോട്ടർ എന്ന് പറഞ്ഞത് ഇങ്ങനെ ഇരിക്കുന്ന ഈ കാര്യമൊക്കെ കണ്ടിട്ടോ, തടിയിൽ ഉറപ്പിച്ചു വെച്ചതാ. ഈ സർവോയിലിരിക്കുന്ന ഈ ഒരു നീല കളർ മോട്ടർ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. ഇത് കൂടുതലായിട്ട് നമ്മളെ കളിപ്പാട്ടത്തിലൊന്നും കിട്ടത്തില്ല. ഞാനും ഇത് എഞ്ചിനീയറിംഗിന് കയറിയിട്ടൊക്കെ ഇത് കാണുന്നത്. ഇതിന് 3 വയറുണ്ട്. സാധാരണ നമ്മളെ മോട്ടറിനൊക്കെ എത്ര വയറായിരിക്കും കാണുന്നത്? 2 ആയിരിക്കും. ഈ 3ാമത്തെ വയർ ഉപയോഗിക്കുന്നത് ഇതിന്റെ ആംഗിൾ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് നമുക്കിത് ഒരു ഇത്ര കറങ്ങി വന്നാൽ ഒരു 60 ഡിഗ്രി ഒക്കെ കറങ്ങി വന്നാൽ മതിയെങ്കിൽ ആദ്യം ഇങ്ങനെ ഇരിക്കുകയാണ്. 60 കറങ്ങാൻ പറയുമ്പോൾ 60 കറങ്ങി നിൽക്കും. പിന്നെ ഒരു 10 കൂടെ കറങ്ങാൻ പറഞ്ഞെങ്കിൽ 10 കറങ്ങി നിൽക്കും. പിന്നെ ഒരു 90 കറങ്ങാൻ പറഞ്ഞാൽ 90 കറങ്ങി നിൽക്കും. അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിന്റെ 3ാമത്തെ വയർ ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ അർഡിനോയിൽ കണക്ട് ചെയ്യും. ഏത് പിന്നി കണക്ട് ചെയ്യാം? അപ്പൊ ചേട്ടാ ഇത് സെൽ ബാറ്ററിയിൽ കൊടുക്കാൻ പറ്റൂലേ ഈ മോട്ടർ? ബാറ്ററിയിൽ കൊടുത്ത പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ചിലപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കറങ്ങിക്കൊണ്ടിരിക്കും, ഇല്ലെങ്കിൽ ഇത് കറങ്ങത്തില്ല. അത് കണ്ടീഷൻ ഞാൻ നോക്കിയിട്ടില്ല. നമുക്കിപ്പോ ഒന്ന് നോക്കാം. അർഡിനോ കണക്ഷൻ കൊടുത്തിട്ട്
അർഡിനോയിൽ നമുക്ക് 5 വോൾട്ടേജ് ഔട്ട് വരുമെന്ന് അറിയാമല്ലോ. അർഡിനോയിൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് 5 വോൾട്ടേജ് എടുക്കാൻ പറ്റും. അപ്പൊ ആ ഒരു പ്രതിഭാസം വെച്ചിട്ട് നമുക്ക് ഈ ഒരു സർവോ മോട്ടർ കറക്കാൻ പറ്റും നോക്കാം. ഞാനൊന്ന് നോക്കിക്കോട്ടെ, ഇതിന്റെ വയറൊക്കെ പോയിരിക്കും. ഇല്ല കേട്ടോ, അത് കറങ്ങത്തില്ല. കണ്ടോ, ഞാനിപ്പോ ഈ അർഡിനോയില് കണക്ഷൻ കൊടുത്ത് നോക്കിയായിരുന്നു, 5 വോൾട്ടേജാ കൊടുത്ത, പക്ഷെ കറങ്ങത്തില്ല. ആ 3ാമത്തെ വയറും കൂടെ നമ്മൾ ഏതിലെങ്കിലും കൊടുത്ത് ഞാനത് 13 തന്നെ കൊടുത്തു നോക്കട്ടെ, ചിലപ്പം കറങ്ങും. കറങ്ങുന്നുണ്ട് കേട്ടോ, പെട്ടെന്ന് ഒരു സെക്കൻഡ് ഞാൻ ഇങ്ങനെ വെച്ച് തരാമേ. ചേട്ടാ 3ാമത്തെ വയർ ഏത് കൊടുക്ക, പോസിറ്റീവാ നെഗറ്റീവാ? നമ്മൾ ആ പിന്നുകളില്ലേടാ, 13 പിന്നുകൾ നമ്മൾ വെച്ചിട്ടില്ലേ, ആ 0 തൊട്ട് 13 വരെ, അതിലേതെങ്കിലും ഒരു സ്ഥലത്ത് വേണം നമ്മൾ അത് കൊടുക്കാനായിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ പറയണം എത്ര കറങ്ങണം എന്നുള്ളതൊക്കെ ആ പിന്ന് വഴി നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, കറങ്ങാൻ എനിക്ക് വലിയ, നേരത്തെ ഒന്നെന്തോ മിന്നി കത്തിയായിരുന്നു. ഞാൻ എന്തായാലും നോക്കട്ടെ കേട്ടോ. ചേട്ടാ ആദ്യത്തെ 2 ഏതിലാണ് കണക്ട് ചെയ്തത്? എടാ ഇതിന് 3 വയറുണ്ട്, പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്, ഒരു സിഗ്നൽ കൊടുക്കാനുള്ളതും ഉണ്ട്. എന്തോ പ്രശ്നം വന്നു. കോഡ് നമ്മൾ എഴുതിയത് നേരത്തെ LED കത്താനുള്ള കോഡല്ലേ നമ്മൾ എഴുതിയത്, അതുകൊണ്ടായിരിക്കണം. പോസിറ്റീവ്, ഇതിന് 3 വയറുണ്ട്, പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്, സിഗ്നൽ ഉണ്ട്. സിഗ്നൽ നമ്മൾ കൊടുക്കാനുള്ളത് നമുക്ക് ഇതിന് 0 തൊട്ട് 13 വരെയുള്ള പിന്നുകളില്ലേ ഈ ഭാഗത്ത്, അതിൽ നമ്മൾ LED കൊടുത്ത ഏതിലായിരുന്നു? നമ്മുടെ 13ാമത്തേല് കാണിച്ചു തരാമേ. നമ്മൾ 13-ലല്ലേ LED മിന്നി കത്താനുള്ളത് കൊടുത്തത്. അതേപോലെ നമ്മൾ ഏത് വയറിലാണോ ഇത് കൊടുക്കുന്നത് ആ വയറിലാണെന്ന് പറയണം. പിന്നെ സർവോ മോട്ടറിന് ഒരു പ്രശ്നമുണ്ട് കേട്ടോ. സർവോ മോട്ടർ നമുക്ക് വെറുതെ എടുത്ത് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. സർവോ മോട്ടർ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് അർഡിനോയുടെ അടുത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കണം ആദ്യമേ. അപ്പൊ അതിന് ലൈബ്രറി എന്ന് പറഞ്ഞൊരു പരിപാടി അർഡിനോയ്ക്കകത്തുണ്ട്. ഓക്കെ, ലൈബ്രറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം ഒരു ടീച്ചർ ഒരു ടോപ്പിക്ക് പറഞ്ഞു, നിങ്ങളുടെ അടുത്ത് പഠിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു, അതിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയത്തില്ല. അപ്പൊ നിങ്ങൾ സ്കൂളിൽ എവിടെ ചെന്നായിരിക്കും അതിനെ കുറിച്ചുള്ള അറിവ് എടുക്കുന്നത്? എവിടെ ചെന്നിട്ടായിരിക്കും? ലൈബ്രറി ചെന്നിട്ടായിരിക്കും. അതായത് നിങ്ങൾക്കിപ്പം ഈ എന്താ പറയുക, വില്യം ഷേക്സ്പിയറിനെ കുറിച്ച് ടീച്ചർ പഠിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾ വില്യം ഷേക്സ്പിയറിനെ കുറിച്ച് ഒരു ബുക്ക് എടുക്കണമെങ്കിൽ നിങ്ങൾ എവിടെ ചെല്ലും? ലൈബ്രറി ചെല്ലും. ലൈബ്രറി ചെന്നിട്ട് എന്തെന്ന് നിങ്ങൾ സെർച്ച് ചെയ്യും, അല്ലെങ്കിൽ ലൈബ്രറിയുടെ അടുത്ത് എന്തെന്ന് ചോദിക്കും? വില്യം ഷേക്സ്പിയറിന്റെ ബുക്കുകൾ. അതെ, അതേപോലെ നമ്മൾ അർഡിനോ ഈ ഒരു സോഫ്റ്റ്വെയറിനകത്ത് ചെന്നിട്ട് ലൈബ്രറിക്കകത്ത് ചെല്ലണം. ലൈബ്രറിക്കകത്ത് ചെന്നിട്ട് സർവോ എന്ന് സെർച്ച് ചെയ്യണം. അപ്പൊ നമ്മൾ ഈ സർവോ മോട്ടർ ഉപയോഗിക്കാനുള്ള കുറച്ച് കോഡുകൾ ഇതിനകത്ത് ആദ്യമേ നമ്മൾ പറഞ്ഞു വച്ചിരിക്കണം. ഈ സർവോ എന്നുണ്ടോ, ഇത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ സർവോ മോട്ടറൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോഡാണ്. അപ്പം അത് നമ്മൾ നേരത്തെ അതിൽ പറഞ്ഞില്ലേ, എക്സാമ്പിൾ ആയിട്ട് കുറെ കോഡ് ഇതിനകത്ത് കിട്ടുമെന്ന്. അപ്പൊ അതിനകത്ത് സർവോയുടെ കോഡ് കാണണം, നോക്കിക്കോട്ടെ. സർവോ എന്ന് എവിടെയെങ്കിലും കാണുന്നെങ്കിൽ ഒന്ന് പറയണേ. നമ്മൾ സർവോ .h എന്ന് പറഞ്ഞ് സർവോയുടെ കുറച്ച് കാര്യങ്ങൾ ഇതിലേക്ക് പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് സർവോ 9ാമത്തേലാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്, 9ാമത്തെ പിന്നിലാണ് നമ്മൾ സർവോ കണക്ട് ചെയ്തതെന്ന് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ സർവോ മോട്ടറിലേക്ക് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഞാനൊന്ന് കണക്ട് ചെയ്ത് നോക്കട്ടെ, എന്നാലും കിട്ടുമെന്ന്. അങ്ങനെ വിട്ടാൻ പറ്റത്തില്ലല്ലോ.
നിങ്ങൾ ആരെങ്കിലും മോട്ടർ എടുത്ത് സോക്കറ്റ് കറക്കി സോക്കറ്റിൽ കൊടുത്തിട്ട് കറക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഓ ഷോക്ക് അടിച്ച് വയറിന്റെ ഇത് പൊട്ടിപ്പോയിട്ടുണ്ട്. പിന്നെ അവിടത്തെ ഒരു ഓറഞ്ച് ഉള്ള സാധനം പൊട്ടി തെറിച്ചിട്ടുണ്ട്. എന്നെ പോലെ തന്നെ ഇല്ലേ, സാരമില്ല, ശീലായിക്കോളും. ആദ്യമായിട്ട് അത് എന്തൊക്കെ കൊച്ചിലെ എപ്പോഴാ ചെയ്തിട്ടുണ്ട്? ചെയ്തത്. ഞാനും ഇപ്പോഴത്തന്നെടാ, വിവരമില്ലാത്ത പിന്നെ പ്രായത്തില. മറ്റേ ബാറ്ററി ചാർജ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്, സ്ക്വയർ ബാറ്ററി. നീ കടുപ്പോണല്ല, വേറെന്താടാ? അഭിനേഷ് കൊള്ളാടാ, നീ കൊള്ളാം മോളെ. കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ തന്നെ പഠിക്കുന്നേ. പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ തന്നെ എന്തോ ഒരു ഉദ്ദേശത്തിലാ കണക്ട് ചെയ്യുന്നത്. കത്തിപ്പോകുമോ എന്തോ ഇതൊക്കെ. ഞാൻ കണക്ട് ചെയ്തതൊന്ന് ഓടൊന്ന് നോക്കിയിട്ട് പറയാമേ. അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടോ ഇലക്ട്രോണിക്സിൽ കളിച്ചിട്ട്? ഉണ്ടോ എടാ ഇങ്ങനെയുള്ള തലതെറിച്ച പരിപാടികളൊക്കെ ചെയ്തിട്ട്? പിന്നെ ഒരു തവണ ടെസ്റ്ററിൽ ചെയ്തതുണ്ട്. കറണ്ട് പറഞ്ഞാല് നോക്കിയപ്പോ അതിന്റെ മൂട്ടിലെ സ്ക്രൂകളായിപ്പോ അങ്ങനെ അതിൽ കൂടെ ഷോക്ക് അടിച്ചു. എനിക്കിന്ന് ഷോക്ക് അടിച്ചായിരുന്നു കേട്ടാ. ഞാൻ ഇന്ന് പ്ലഗ് ഊരാൻ നോക്കിയതാ, കൈ അതിനകത്തോട്ട് ഇട്ടിട്ട് ഊരി കൊടുത്തു. നല്ല രസമുണ്ടായിരുന്നു. അതിലെ നീ പോയില്ലേടാ വന്നിട്ട്? അതിലേ ഓ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കാൻ വേണ്ടി നീ വന്നിട്ട് ഞാൻ ഇവിടെ ഇരുന്ന് എക്സ്റ്റൻഷൻ എല്ലാം കൂടെ തിരിച്ചെടുത്ത് വെക്കാൻ നേരത്ത് കൈ കൊണ്ട് കയറ്റി കൊടുത്തതിനകത്ത് ഒന്ന് തരിച്ചു. ഓക്കെ, എററൊന്നുമില്ല, എറർ വരാൻ സാധ്യതയില്ല. കാരണം അവരായിട്ട് എഴുതിയ പ്രോഗ്രാം അല്ലേ, നമ്മളായിട്ടല്ലല്ലോ എഴുതിയത്. അപ്ലോഡും ചെയ്തു. ഒന്നുകൂടൊന്ന് നോക്കട്ടെ എന്താ പ്രശ്നം. ഓക്കെ, ഇത് 9ാമത്തെ പിന്നെ കൊടുക്കണം. ആംഗിൾ ടൈപ്പ് ഓടാ, ഇത് ആംഗിൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോഡാണ് ഈ എഴുതിയിരിക്കുന്നത്. അത് തന്നെ. അപ്പൊ 1 ഡിഗ്രി ഒക്കെ എത്ര ഡിലേ ഉണ്ട്? ഇതങ്ങനെയല്ലടാ, നമ്മളിപ്പോ എങ്ങനെ കറക്കി വെച്ചാലും കറങ്ങി തിരിഞ്ഞ അവസാനം കറക്റ്റ് ആംഗിളിൽ വന്ന് നിന്നോളും ഇത്. അത് കറങ്ങിയതല്ല കേട്ടോ, ഞാനായിട്ട് പിടിച്ചൊന്ന് തിരിച്ചു നോക്കിയതാ കറങ്ങാൻ വേണ്ടിട്ട്. ഞാൻ നോക്കട്ടെ, ഇനി സർവോ മോട്ടർ കത്തിപ്പോയോ എന്നൊരു സംശയമുണ്ട്. കുറെ നാളായി എടുത്തിട്ട് ഇതിവിടെ പുരാവസ്ഥയായിട്ട് വെച്ചിരിക്കുന്നതാ ഞാൻ. കൊള്ളാലൊരു സംഭവം കാണിച്ചു തരാവേ. സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി കറങ്ങും തിരിച്ചു കറങ്ങും, 180 ഡിഗ്രി കറങ്ങും തിരിച്ചു കറങ്ങും. ഭയങ്കര സ്ലോ. അത് നമ്മൾ ആ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാഞ്ഞിട്ടാ. പിന്നെ ഇതിനൊക്കെ എന്താ പറയുക, ഇതിനൊരു ഡിഫോൾട്ട് ആയിട്ടൊരു സ്പീഡ് ഉണ്ട്. അതങ്ങനെയാണ് നമ്മൾ ഈ ഒരു സർവോ മോട്ടർ പറഞ്ഞ് മേടിക്കുന്നത്. ഈ സർവോ മോട്ടർ മെയിൻ ആയിട്ട് നമ്മൾ സ്പീഡിനല്ല ഉപയോഗിക്കുന്നത്, ടോർക്കിനാണ് ഉപയോഗിക്കുന്നത്. അതായത് ഇപ്പൊ എന്തെങ്കിലും കാര്യം പ്രസ് ചെയ്ത് കൊടുക്കാനോ ഇല്ലെങ്കിൽ എന്തെങ്കിലും വലിച്ചെടുക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഈ സർവോ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. അല്ലാതെ നമ്മൾ ഈ വണ്ടിയുടെ ടയർ ആയിട്ടൊന്നും ഇത് ഉപയോഗിക്കാറില്ല. ഞാൻ എന്തായാലും അതിന്റെ സ്പീഡ് 1000 കൊടുത്ത് നോക്കട്ടില്ലേ? അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണേ. ഇപ്പൊ കണ്ടോ, പയ്യെ പയ്യെ അല്ലേ പോകുന്നുള്ളൂ, ചെറുതായിട്ട്. അത് കാരണം 1 സെക്കൻഡ് വെച്ച് മാത്രം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ക്ലോക്ക് പോലെ ഉപയോഗിക്കാൻ പറ്റും ഈ സർവോയിന്. ഞാനത് മാറ്റിയിട്ട് 1 കൊടുത്തു നോക്കാം. അതായത് 1 സെക്കൻഡിന്റെ 1000-1. കണ്ടോ?
ഇതാണ് ഇതിന്റെ മാക്സിമം പവർ എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ അതിന്റെ പിന്നൂരി പിന്നെ ഞാൻ തിരിച്ചേറ്റി. ഇപ്പൊ മനസ്സിലായി ആർഡിനോയുടെ പ്രവർത്തനം, സർവോ മോട്ടർ എങ്ങനെയാ പ്രവർത്തിക്കുന്നതെന്നൊക്കെ ഒരു ഐഡിയ കിട്ടിയോ? മനസ്സിലായി. നമുക്ക് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കാം. ഒരു 6:30 ആയിട്ട് തിരിച്ചു വന്നാൽ മതി. ഓക്കെ എന്ന് പറഞ്ഞ് എക്സിറ്റ് ആവണ്ട, നിങ്ങൾ അവിടെ ഇരുന്നു. നമുക്ക് 6:30 ആയിട്ട് ഇതേപോലുള്ള എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്ത് പഠിക്കാം. ഇത് പിന്നെ നമുക്കിപ്പം വീട്ടിൽ ഇതൊക്കെ മേടിക്കാൻ പാടായിരിക്കുമല്ലോ, അപ്പൊ ഇതെങ്ങനെ ഓൺലൈൻ ആയിട്ട് ചെയ്യാന്നുള്ളതും കൂടെ പറഞ്ഞുതരാം. അപ്പൊ ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വരും. 6:30 ആകുമ്പോ എല്ലാവരും തിരിച്ചു വരുമോ പരിപാടി? ക്ലാസ് നമുക്ക് ഒരു 7 മണി വരെ എടുക്കാം. കാരണം കഴിഞ്ഞ ദിവസം നമുക്ക് മഴയൊക്കെ ആയിട്ട് പെട്ടെന്ന് നിർത്തേണ്ടി വന്നില്ലേ. അപ്പൊ കഴിഞ്ഞ ദിവസം പഠിപ്പിക്കാനുള്ള കുറച്ചും കൂടെ പഠിപ്പിക്കാനുണ്ട്. അത് ഒരു അരമണിക്കൂർ, മാക്സിമം ഒരു 7 മണി വരെ. അപ്പോഴേക്കും നമുക്ക് നിർത്താം. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഒരു 6:30ക്ക് തിരിച്ചു വരണേ. ഓക്കെ. ശരി.
കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹലോ. ആ കേക്കാം. ഓക്കെ, ഒരു സെക്കൻഡ്. നിങ്ങളൊക്കെ ഈ യൂട്യൂബിൽ M4 ടെക്കിന്റെ ഒക്കെ വീഡിയോ കാണാറുണ്ടോ? ഓ കാണാറുണ്ട്. അവക്ക് കേട്ടാ മതി. അപ്പോൾ നമ്മളിനി പരിചയപ്പെടാൻ പോകുന്നത് ടിങ്കർ കാഡ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ആണ് കേട്ടോ. അതായത് നമുക്കിപ്പോ ഈ അർഡിനോ കാര്യങ്ങളൊന്നും വീട്ടില് നമുക്ക് മേടിക്കാൻ പറ്റത്തില്ലായിരിക്കും, അല്ലെങ്കിൽ ഇപ്പൊ കിട്ടാനൊക്കെ പാടാ. നമുക്ക് തിരുവനന്തപുരം വരെ പോയാലേ ഈ കാര്യങ്ങളൊക്കെ മേടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അത് എളുപ്പമാക്കി നമുക്ക് വീട്ടിൽ തന്നെ ചെയ്ത് നോക്കാൻ പറ്റുന്ന എന്ന് പറഞ്ഞാൽ നമുക്ക് കയ്യിൽ വെച്ച് ചെയ്യാൻ പറ്റത്തില്ല, എന്നാലും ഒരു 80%, ഒരു 90%-ഓളം അതിനോട് അടുത്ത് നിൽക്കുന്ന പ്രോജക്റ്റ് ഒക്കെ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. അപ്പം ടിങ്കർ കാഡ് എന്ന് പറഞ്ഞ വെബ്സൈറ്റ് www.tinkercad.com, ഇതിന്റെ ലിങ്ക് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടേക്കാമേ. tinkercad.com എന്ന് പറയുന്ന വെബ്സൈറ്റ് നമ്മൾ എടുക്കുമ്പോൾ അതിങ്ങനെ ഇരിക്കും. ഓർമ്മിക്കേണ്ട ഒരു കാര്യം, ഇത് നമ്മൾ ഫോണിൽ എടുക്കാൻ ഇച്ചിരി പാടായിരിക്കും, കാരണം നമുക്ക് മൗസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഫോണിൽ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മൗസ് നമ്മൾ OTG കേബിളൊക്കെ വെച്ച് കണക്ട് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ നമുക്ക് ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ ഒക്കെ ഉണ്ടെങ്കിൽ അതാണ് നമുക്ക് ഇച്ചിരി കൂടെ എളുപ്പം. എന്തായാലും ഞാനിത് പറഞ്ഞുതരാം. അപ്പം ആദ്യം നമ്മൾ കയറുമ്പോൾ സൈൻ ഇനും കാണും, ജോയിൻ നൗവും കാണും. കാണാൻ പറ്റുന്നുണ്ടോ വലതുവശത്ത് മുകളില്? ഓക്കെ. അതിൽ നമുക്കിപ്പോൾ അക്കൗണ്ട് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സൈൻ ഇൻ പറ്റത്തില്ല. നമ്മൾ ആദ്യം ജോയിൻ നൗ കൊടുക്കണം. അപ്പൊ ജോയിൻ നൗ കൊടുത്തിട്ട് നമ്മൾ ഇന്നേ സ്കൂൾ എന്നൊക്കെ ചോദിക്കും, പക്ഷെ അവരുദ്ദേശിക്കുന്ന സ്കൂള് അവരുടെ തന്നെ ഒരു അക്കൗണ്ട് എന്നുള്ള രീതിക്കാണ്. പക്ഷെ നമ്മൾ അതൊന്നും എടുക്കരുത്. നമ്മൾ ക്രിയേറ്റ് എ പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണം. ഓക്കെ, അതെടുത്തിട്ട് സൈൻ ഇൻ വിത്ത് ഗൂഗിൾ. നമുക്ക് എല്ലാവർക്കും ഒരു ജിമെയിൽ ID കാണുമല്ലോ, ഗൂഗിൾ ID കാണുമല്ലോ. നിങ്ങൾ ഈ മീറ്റൊക്കെ എടുക്കാൻ ഉപയോഗിച്ചൊരു ഗൂഗിൾ ID, ആ ഒരു ഗൂഗിൾ ID വെച്ചിട്ട് സൈൻ ഇൻ ചെയ്യാൻ നോക്കണം. അപ്പൊ സൈൻ ഇൻ ചെയ്യാൻ എടുക്കുമ്പോൾ അവര് നമ്മൾക്ക് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ള ഗൂഗിൾ IDs എല്ലാം കാണിച്ചു തരും. എനിക്കിപ്പോ ഒരു 4 ID ഉണ്ട്. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഞാനിതില് ഓരോ ID വെച്ചിട്ട് ഓരോ അക്കൗണ്ട് ഒക്കെ തുടങ്ങിപ്പോയി. അപ്പൊ ഞാനിപ്പോ ചെയ്യാൻ പോകുന്നത് ഏതെങ്കിലും ഒരു അക്കൗണ്ട് എടുത്തിട്ട് സെലക്ട് ചെയ്യും. എൻ്റെ ഒരു ഗൂഗിൾ അക്കൗണ്ട് എടുത്ത് ഞാൻ സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്യുമ്പോൾ അവരത് വെച്ച് തന്നെ സൈൻ ഇൻ ചെയ്ത് എന്നെ കൊണ്ടുവന്ന് എത്തിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് പാസ്വേഡോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ട ആവശ്യം വരത്തില്ല. ഇപ്പോഴും സൈൻ ഇൻ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സ്ഥലത്താണ് നമ്മൾ എത്തുന്നത്. അവിടെ 3D ഡിസൈൻ കാണും, സർക്യൂട്ട് കാണും, കോഡ് ബ്ലോക്ക് കാണും, ലെസൺ കാണും. അതിൽ നമ്മൾ സർക്യൂട്ട് എടുക്കണം. സർക്യൂട്ട് എടുക്കുമ്പോൾ ക്രിയേറ്റ് ന്യൂ സർക്യൂട്ട് വരും, ഇല്ലെങ്കിൽ പണ്ട് നമ്മൾ ചെയ്തിട്ടുള്ള ഒരുപാട് സർക്യൂട്ടുകൾ ഇവിടെ കാണാൻ പറ്റും. അപ്പൊ ഞാൻ ഇവിടെ ക്രിയേറ്റ് എ ന്യൂ സർക്യൂട്ട് എടുത്തു. ഇത് ഇത്തിരി സ്ലോ ആയിരിക്കുവേ, കാരണം നല്ല നെറ്റ് വലിക്കുന്ന ഒരു സാധനമാണത്. എന്ന് പറഞ്ഞാൽ ഇത് ഓൺലൈൻ ആയതുകൊണ്ട് കുറച്ച് സ്ലോ ആയിരിക്കും. അപ്പൊ ഇതിനകത്ത് ഇവിടെ നോക്കിയാൽ കാണാം, നിങ്ങൾക്ക് റെസിസ്റ്റർ കാണാം, LED ബൾബൊക്കെ കാണാൻ പറ്റും, പുഷ് ബട്ടൺ കാണാം, പൊട്ടൻഷ്യോമീറ്റർ കാണാം. അതൊന്നും നിങ്ങൾ എന്താണെന്ന് നോക്കണ്ട. നമുക്ക് സ്ക്വയർ ബാറ്ററി കാണാൻ പറ്റും, സാധാ ബാറ്ററി കാണാൻ പറ്റും, നമ്മൾ നേരത്തെ എടുത്ത ബ്രെഡ് ബോർഡ് നമുക്ക് കാണാം, നമ്മളെടുത്ത അർഡിനോ കാണാം, DC മോട്ടർ കാണാം, നമ്മൾ ഉപയോഗിച്ച സർവോ മോട്ടർ കാണാൻ പറ്റും. അതേപോലെ നമുക്ക് ആവശ്യമുള്ള ഒരുപാട് സാധനങ്ങൾ ഇതിനകത്ത് കാണാൻ പറ്റും. നമ്മൾ ഉപയോഗിച്ച അൾട്രാസോണിക് സെൻസർ നമുക്ക് കാണാൻ പറ്റും. ചേട്ടാ ഇത് ഉപയോഗിക്കണേ പൈസ കൊടുക്കണോ? വേണ്ട, ഇത് ഫ്രീ ആണ്. ഈ വെബ്സൈറ്റ് ഫ്രീ ആണ്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അർഡിനോ യൂനോയിൽ ക്ലിക്ക് ചെയ്യണം. ഒരു വട്ടം അതിൽ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ പിടിക്കാനും വേണ്ട, ജസ്റ്റ് ഒരു വട്ടം ക്ലിക്ക് ചെയ്തിട്ട് അവിടെ അങ്ങ് വിട്ടോ. എന്നിട്ട് നമ്മൾ ആ മൗസ് സ്ക്രീനിലോട്ട് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് അർഡിനോ അവിടെ എടുത്ത് കണക്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്ക് LED എടുത്തിട്ട് നമുക്ക് നേരത്തെ കണ്ട നമ്മുടെ LED ബൾബ് എടുത്തുകൊണ്ട് വന്ന് ഇവിടെ വയ്ക്കാം. നമ്മുടെ ബ്രെഡ് ബോർഡിൽ വെക്കണമെന്നില്ല.
ഇതിനകത്ത് LED കാഥോഡ് ആനോഡ് എന്നാണ് പറയുന്നത്. ആനോഡ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്, കാഥോഡ് എന്ന് വെച്ചാൽ നെഗറ്റീവ്. അപ്പൊ പോസിറ്റീവ് നമ്മൾ ഏത് പിന്നിലാണ് നേരത്തെ കണക്ട് ചെയ്തത്? നമ്മൾ ആ പ്രോഗ്രാം ഈ മിന്നി കത്തുന്ന ബ്ലിങ്കിങ് LED പ്രോഗ്രാം എഴുതിയപ്പോ 13. അപ്പൊ നമ്മൾ അത് 13ലേക്ക് കൊണ്ടുപോയി കണക്ട് ചെയ്യണം. നെഗറ്റീവ് എവിടെയാ കണക്ട് ചെയ്തേ? ഗ്രൗണ്ട്. അത് 13ന്റെ അപ്പുറത്തൊരു ഗ്രൗണ്ട് ഉണ്ട്, ഇല്ലെങ്കിൽ ഈ ഭാഗത്തായിട്ട് മൊത്തം 3 ഗ്രൗണ്ട് ഉണ്ടെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. അപ്പൊ ഏതെങ്കിലും ഒരു ഗ്രൗണ്ടിൽ കണക്ട് ചെയ്താൽ മതി. കണക്ട് ചെയ്തു. ഇനി നമ്മൾ കോഡ് എഴുതാൻ പോണം. കോഡ് എഴുതാൻ നേരത്ത് നമ്മൾ ഈ കോഡ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ കാണുന്നുണ്ടോ ഇവിടെ മുകളില്? ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ കോഡാണ് വരുന്നത്. പക്ഷെ നമുക്ക് ഇതല്ല ആവശ്യം, നമ്മൾ കോഡ് എഴുതാനല്ലേ പഠിച്ചത്. അപ്പൊ നമ്മൾ ഇവിടുത്തെ ബ്ലോക്ക് മാറ്റി ടെക്സ്റ്റ് എന്ന് കൊടുക്കണം. ഓക്കെ, ഇവിടെ ഈ ഭാഗത്ത് ടെക്സ്റ്റ് ബ്ലോക്ക് എന്ന് കാണും, അത് മാറ്റിയിട്ട് ടെക്സ്റ്റ് എന്ന് കൊടുക്കണം. ടെക്സ്റ്റ് എന്ന് കൊടുക്കുമ്പോൾ കണ്ടോ, നമ്മൾ LED കണക്ട് ചെയ്തപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി ബ്ലിങ്കിങ് LED പ്രോഗ്രാമാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. കാരണം ഇതിൽ വേറെ പ്രത്യേകിച്ച് കണക്ഷൻസ് ഒന്നുമില്ല. അല്ലെങ്കിൽ ഡിഫോൾട്ട് ആയിട്ട് കിടക്കുന്ന ഒരു പ്രോഗ്രാമാണ് LED ബ്ലിങ്ക് ചെയ്യുന്ന പ്രോഗ്രാം. അപ്പൊ നമ്മൾ ഈ കോഡ് ഇവിടെ എഴുതി വെച്ചു. ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യം ഉണ്ട്, ചെക്ക് ചെയ്യണം. അതേപോലെ തന്നെ ഇതിലോട്ട് അപ്ലോഡ് ചെയ്യണം. അപ്പൊ അതിന് നമ്മൾ ചെയ്യുന്നതാണ് സ്റ്റാർട്ട് സിമുലേഷൻ എന്ന് പറഞ്ഞ, അത് കാണുന്നുണ്ടോ? സ്റ്റാർട്ട് സിമുലേഷൻ കോഡിന്റെ തൊട്ടപ്പുറത്തായിട്ട്. ഓക്കെ, നമ്മൾ ആ സ്റ്റാർട്ട് സിമുലേഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇനിഷ്യലൈസിങ് എഴുതി കാണിക്കും. കണ്ടോ LED അത് മിന്നി കത്തുന്നത് കണ്ടോ? കാണുന്നില്ലേ? അപ്പൊ നമുക്ക് അതിന്റെ സ്പീഡ് കൂട്ടണമെങ്കിൽ മാറ്റിയിട്ട് അത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. സ്റ്റോപ്പ് ചെയ്തതിനു ശേഷം അത് വന്നു, അത് ഞാൻ പറഞ്ഞുതരാം. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ട് നമ്മളെ LED 5 വോൾട്ടേജ് കൊടുത്താൽ LED അടിച്ചു പോകുമെന്ന്. അതാണ് അവിടെ ആ പറയുന്ന പ്രശ്നം എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ LED 20 മില്ലി ആംപിയർ കറണ്ട് മാത്രമാണ് ഒരു LED താങ്ങാൻ പറ്റുന്നത്. പക്ഷെ ഇപ്പോഴും 20 മില്ലി ആംപിയറിനെക്കാട്ടി കൂടുതൽ ഇതിലേക്ക് എത്തുന്നുണ്ട്, അല്ലെങ്കിൽ 5 വോൾട്ടേജോളം എത്തുന്നുണ്ട്. അത് കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തുകൊണ്ടിരുന്ന LED അടിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് ഒഴിവാക്കാനായിട്ട് നമുക്കൊരു റെസിസ്റ്റർ എടുത്ത് വെക്കാം. നമ്മളൊരു റെസിസ്റ്റർ എടുത്തു. എന്താണ് 20 മില്ലി ആംപിയർ എത്ര വോൾട്ട് ആയിരിക്കും? അത് കറണ്ട് ആണ്. 20 മില്ലി ആംപിയർ എന്ന് പറഞ്ഞാൽ കറണ്ടിൻ്റെതാണ്. അത് വോൾട്ടേജും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഓക്കെ, 20 മില്ലി ആംപിയർ എന്ന് പറഞ്ഞാൽ 1 ആംപിയർ കറണ്ട്, 2 ആംപിയർ കറണ്ട് എന്നൊക്കെ നമ്മൾ കേട്ടാണ്. അതേപോലെ LED മാക്സിമം താങ്ങാൻ പറ്റുന്നത് 20 മില്ലി ആംപിയർ ആണ്. നമുക്കറിയാം റെസിസ്റ്റർ ഒക്കെ ആണെങ്കിൽ നമുക്ക് കറണ്ട് കുറയ്ക്കാൻ പറ്റും, വോൾട്ടേജും കുറയ്ക്കാൻ പറ്റും. അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു റെസിസ്റ്റർ, തൽക്കാലം ഒരു റെസിസ്റ്റർ എത്രയെന്ന് വാല്യൂ ഒന്നും നമ്മൾ നോക്കിയില്ല. 1 കിലോ ഓമിന്റെ റെസിസ്റ്റർ ആണ്. ഇതാണ് 1 കിലോ ഉള്ള റെസിസ്റ്റർ. ആകെപ്പാട് ഇച്ചിരി പോലെ സൈസേ ഉള്ളൂ. കിലോ എന്ന് പറയുന്നത് ഇതിന്റെ വാല്യൂ അനുസരിച്ചാണ്, 0ന്റെ എണ്ണം. അപ്പൊ നമ്മൾ അതെടുത്ത് ഇതിലേക്ക് കൊടുത്തു. നമ്മൾ സ്റ്റാർട്ട് സിമുലേഷൻ കൊടുത്തു. കണ്ടോ LED തിളക്കം കുറഞ്ഞത് കണ്ടോ? കത്തുന്നുണ്ട്, പക്ഷെ തിളക്കം കുറഞ്ഞു. അപ്പം ഇതിന് നമ്മൾ കണക്കൂട്ടി എടുക്കുകയാണെങ്കിൽ ഒരു 200 ഓമിന്റെ അത്ര ഉള്ള റെസിസ്റ്റർ നമുക്ക് മതി ഇത് നല്ലപോലെ കത്താനായിട്ട്. അപ്പൊ നമ്മൾ 200 ഓമിന്റെ എടുത്തിട്ട് സ്റ്റാർട്ട് സിമുലേഷൻ കൊടുത്തു. അപ്പൊ കണ്ടോ, ഇതാണ് LED കറക്റ്റ് ലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? ഇപ്പൊ റെസിസ്റ്റർ വയ്ക്കുമ്പോൾ ഉള്ള ആ ഒരു LED വ്യത്യാസം മനസ്സിലായി. ഇങ്ങനെ നമുക്ക് ഓൺലൈനായിട്ട് ഒരുവിധമുള്ള പ്രോജക്റ്റ് ഒക്കെ ഓൺലൈനായിട്ട് തന്നെ ചെയ്തു നോക്കാൻ പറ്റും. എല്ലാം ചെയ്തു നോക്കാൻ പറ്റത്തില്ല, എല്ലാ സെൻസറൊന്നും കിട്ടത്തില്ല, പക്ഷെ ഒരു പരിധി വരെ ഉള്ളതൊക്കെ നമുക്ക് ഇതിനകത്ത് കിട്ടും. ഇതാണ് ടിങ്കർ കാഡ് എന്ന് പറഞ്ഞ സൈറ്റിന്റെ ഉപയോഗം. മൊബൈലിൽ ഉപയോഗിക്കണമെങ്കിലടാ എന്ന് പറഞ്ഞാൽ മൊബൈലിൽ ഉപയോഗിക്കുമ്പോൾ സ്ക്രീൻ ഇത്ര ചെറുതായിരിക്കും. സ്ക്രീൻ കണ്ടോ, ചെറുതായിരിക്കുമ്പോ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുകളിലായിട്ട് അടുക്കി കിടക്കുന്നുണ്ടോ ഇങ്ങനെ. അപ്പൊ നമുക്ക് ഇപ്പൊ ഒരെണ്ണത്തിൽ ക്ലിക്ക് ചെയ്താൽ വേറൊന്നിലേക്ക് കയറി പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, ഇങ്ങനെയൊക്കെ കിട്ടുമെങ്കിലും കയറി പോകാനുള്ള സാധ്യത കൂടുതലാണ്. ചിലപ്പോൾ സ്റ്റാർട്ട് സിമുലേഷൻ തന്നെ കറക്റ്റ് കൊടുക്കാൻ പറ്റണമെന്നില്ല, ഇല്ലെങ്കിൽ കൈ കൊണ്ട് നമുക്ക് ഈ റെസിസ്റ്റർ ഒക്കെ വലിച്ചു വെക്കുന്നത് ബുദ്ധിമുട്ടാണ്.
അപ്പൊ അതാണ്. പക്ഷെ ഒരു മൗസ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ എളുപ്പത്തിൽ പറ്റും. നമുക്ക് ഫോണിലോട്ട് ഒരു മൗസ് കണക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ കുറച്ചുകൂടെ എളുപ്പത്തിൽ പറ്റും. പക്ഷെ ഒരു ലാപ്പിലോ നമ്മുടെ സിസ്റ്റത്തിലോ കമ്പ്യൂട്ടറിലോ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പൊ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഓട്ടോമാറ്റിക് സ്ട്രീറ്റ് ലൈറ്റിന്റെ വർക്കിംഗ് ആണ്. അപ്പൊ അതില് നിങ്ങൾക്ക് എടുക്കും. അതില് ഹലോ കേൾക്കാം. തുടങ്ങി. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക് സ്ട്രീറ്റ് ലൈറ്റ് എന്ന് പറയുമ്പോൾ സാധാരണ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ രാത്രിയാകുമ്പോൾ കത്തണം, രാവിലെ ആകുമ്പോൾ ഓഫാകണം. നമ്മൾ ഇവിടെ പ്ലാൻ ചെയ്തെന്ന് വെച്ചാൽ അങ്ങനെയല്ല. നമ്മൾ വെട്ടം ഉള്ളപ്പോൾ കത്തണ്ട, വെട്ടം കുറയുന്നതനുസരിച്ച് കത്തണം. അതായത് ചിലപ്പോ മഴക്കോളൊക്കെ നല്ല മഴക്കോളൊക്കെ വരുമ്പോ ചിലപ്പോ ഉച്ചയ്ക്കൊക്കെ തന്നെ നമുക്ക് നല്ല ഇരുട്ടാവത്തില്ലേ? അങ്ങനെ വരുമ്പോ പോലും നമ്മളെ സ്ട്രീറ്റ് ലൈറ്റ് തനിയെ കത്തണം. എന്ന് വെച്ചാൽ വെട്ടം കുറയുന്നതനുസരിച്ച് നമ്മൾ ലൈറ്റിന്റെ വെട്ടം കൂടും. അത് നമ്മളെങ്ങനെ അതിനായിട്ട് ചെയ്യുന്നതാണ് ഇത് നോക്കുന്നത്. അതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് LDR സെൻസർ വേണം. LDR സെൻസർ എന്ന് പറയുന്നത് LDR എന്ന് പറയുന്നത് ലൈറ്റ് ഡിപ്പെൻഡന്റ് സിസ്റ്റം. ലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് തടസ്സം കൊടുക്കും. അതായത് ഇപ്പോൾ ഒരുപാട് വെളിച്ചം വരികയാണെങ്കിൽ തടസ്സം വരുന്നത് വലുതാണ്. അതേപോലെ കുറച്ച് വെളിച്ചം എന്ന് വരുന്നതെങ്കിൽ തടസ്സം കുറവായിരിക്കും. പറയണ വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇവിടെ പറയാം. എടാ അതില് ഒന്നുകൂടെ അടുത്തോട്ട് വെച്ചിട്ട് ഹെഡ്സെറ്റ് വെച്ച് പറയോ? അടുത്തോട്ടാണ് വെച്ചത്. ഒന്നുകൂടെ മുഴക്കം പോലെയാടാ മെയിൻ ആയിട്ട് കേൾക്കുന്നത്. തന്നെ അതേപോലെ നിങ്ങൾ എല്ലാവരും ഒന്ന് ഓഡിയോ മ്യൂട്ട് ചെയ്ത് വെക്കണേ. ഡൗട്ട് ഉള്ളപ്പോഴും മാത്രം പറയാൻ വേണ്ടി നിങ്ങൾ ഓഡിയോ അൺമ്യൂട്ട് ചെയ്താൽ മതി. ഹലോ ക്ലിയർ ആണോ? ക്ലിയർ ആണ്. അപ്പൊ നമ്മൾ ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് ഇത് ഈ സർക്യൂട്ട് ചെയ്യാൻ ആദ്യം വേണ്ടത് LDR സെൻസർ വേണം. LDR എന്ന് പറയുമ്പോൾ ലൈറ്റ് ഡിപ്പെൻഡന്റ് റെസിസ്റ്റൻസ് എന്ന് പറയും. അതായത് ഒരു സത്യം പറഞ്ഞാൽ ഇതൊരു റെസിസ്റ്ററാണ്, തടസ്സം കൊടുക്കുന്ന കമ്പോണന്റ് ആണ്. ഇവിടെ എന്ന് പറയുമ്പോൾ ലൈറ്റ് വരുന്നതനുസരിച്ചാണ് തടസ്സം മാറുന്നത്. അതായത് ഒരുപാട് വെളിച്ചം വന്ന് ആ സ്ഥിതി വീഴുമ്പോൾ ഒരുപാട് റെസിസ്റ്റൻസ് കൊടുക്കും. അതേപോലെ വെളിച്ചം കുറവാണെങ്കിൽ റെസിസ്റ്റൻസും കുറവായിരിക്കും. ഇത് നമ്മൾ അടുപ്പിലോട്ട് സെറ്റ് ചെയ്യും. അതേപോലെ LED ആയിട്ട് കണക്ട് ചെയ്തേക്കും. എന്നിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് സർക്യൂട്ട് വലുതാക്കി നോക്കി. ഇതിൽ നമുക്ക് LED കാണാം, LDR സെൻസർ കാണാം, പിന്നെ റെസിസ്റ്റൻസ് കാണാം. ഈ റെസിസ്റ്റർ ഇത് ചുമ്മാ കൊടുത്തേക്കുന്നതെന്ന് വെച്ചാൽ ഓവറായിട്ട് കറണ്ട് കയറി നമ്മൾ സെൻസർ അടിച്ചു പോയിരിക്കാനാണ്. അപ്പൊ നമ്മൾ ആദ്യം LED എടുത്ത് നമ്മൾ അതിലൂടെ പിന്നിൽ കൊടുക്കണം. എന്നിട്ട് അതിന്റെ നെഗറ്റീവ് എടുത്ത് ഗ്രൗണ്ടിൽ കൊടുക്കണം. അതേപോലെ LDR സെൻസറിന് നമുക്ക് ഒരു പിന്നെന്ന് പറയുന്നത് നമ്മൾ അനലോഗ് ആയിട്ട് LDR സെൻസറിന്റെ റെസിസ്റ്റൻസുമായി റീഡ് ചെയ്യാനുള്ളതാണ്. അതെടുത്ത് നമ്മൾ A5 കൊടുക്കണം. അതായത് അതിനുള്ളിൽ ഏറ്റവും താഴെ ഏറ്റവും കോർണറിലുള്ള പിന്നാണ് A5. ആ പിന്നിൽ കൊടുക്കണം. അതേപോലെ തന്നെ അത് വർക്കാവാൻ VCC ഗ്രൗണ്ടിൽ കൊടുക്കണം. അതായത് 5 വോൾട്ട് DC വോൾട്ടേജ് അതേപോലെ ഗ്രൗണ്ട് കൊടുക്കണം. എന്നിട്ട് അടുത്തെന്ന് പറയാൻ നമ്മളെ കോഡിങ്ങിലാണ് ഇരിക്കുന്നത്. നമ്മൾ കോഡ് ചെയ്ത് വെക്കുന്ന അനുസരിച്ചാണ് ഇത് വർക്ക് ആവുന്നത്. ഇപ്പോൾ കോഡ് എടുത്ത് ഈ കോഡ് നമുക്ക് ആദ്യം നോക്കാം. ഇതിൽ ആദ്യം നമ്മൾ കുറച്ച് വാല്യൂസ് ഒക്കെ നമ്മളെ ഉപയോഗിക്കാനുള്ള രീതിക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം. അതായത് നമ്മൾ ഈ പ്രോഗ്രാം എഴുതുമ്പോൾ അതിൽ കുറെ വാല്യൂസ് വേണം. കുറെ റീഡ് ചെയ്തെടുക്കുന്നതും കുറെ ഉപയോഗിക്കാനുള്ള വാല്യൂസ് ആയിട്ട് നമുക്ക് ആദ്യമേ സെറ്റ് ചെയ്ത് വെക്കണം. അതിനാണ് നമ്മൾ ഈ ഇന്റ് വെച്ച് പറയുന്നത്. ഇന്റ് എന്ന് വെച്ചാൽ ഇനിഷ്യലൈസ് എന്ന് പറയും, ഇൻറ്റിജർ എന്ന് പറയും. എന്ന് വെച്ചാൽ ഒരു ഇൻറ്റിജർ വാല്യൂ ആയിരിക്കും. ആദ്യം നമ്മൾ LDR പിൻ ഈക്വൽ ടു A5 അതെന്ന് പറയുന്നത് LDR പിന്ന് നമ്മൾ LDRന്റെ വാല്യൂ ആ പിന്ന് കൊടുക്കുന്നത് A5 പറയാൻ വേണ്ടിയാണ്. അതേപോലെ LDR വാല്യൂ ഈക്വൽ ടു 0 അതെന്ന് പറയുന്നത് LDR വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും 0 ആയിരിക്കും. എന്ന് വെച്ചാൽ LDR യഥാർത്ഥ വാല്യൂ അല്ല, LDR വാല്യൂ എന്ന് പറയുന്ന ആ ഒരു ഇൻറ്റിജർ
അതെപ്പോഴും 0 ആയിരിക്കും ആദ്യം തുടക്കത്തിൽ. അതേപോലെ LED പിൻ എന്ന് പറയുന്നത് 9 ആയിരിക്കും. അതേപോലെ LDR വാല്യൂ ടു റൈറ്റ് 0 ആയിരിക്കും. ഇത് ഇത്രയും നമ്മൾ ആദ്യമേ പറഞ്ഞു വെക്കും. എന്നിട്ട് നമ്മൾ ആവശ്യമനുസരിച്ച് പിന്നെ മാറ്റും. ഇതിലാദ്യം നമുക്ക് OS സെറ്റപ്പ് എന്താണെന്ന് നോക്കാം. ആദ്യം നമ്മൾ LED കൊടുക്കുന്നതും നമ്മൾ സെൻസർ കൊടുക്കുന്നതും പറഞ്ഞു കൊടുക്കും. അതിൽ ആദ്യം പിൻ മോഡ് LDR പിൻ ഇൻപുട്ട്. അതെന്ന് പറയുന്നത് നമ്മൾ ഇൻപുട്ട് എടുക്കുന്നത് LDR എന്നാണ്. LDRന്റെ റെസിസ്റ്റൻസ് വെച്ചിട്ടാണ് LED കത്തുകയാണെങ്കിൽ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആദ്യമേ ഇൻപുട്ട് LDR എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്യണം. അതിന് ഈ ലൈൻ നോക്കാം. പിൻ മോഡ് ബ്രാക്കറ്റിൽ LDR പിൻ ഇൻപുട്ട്. അപ്പൊ നമ്മൾ നേരത്തെ LDR ഒരു വാല്യൂ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. LDR പിൻ എന്ന് പറയുന്നത് അതാണ് A5. അപ്പൊ ഈ കമ്പ്യൂട്ടർ റീഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞ അതിന് റീഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പിൻ മോഡ് ബ്രാക്കറ്റ് LDR പിൻ, അതായത് A5 ഇൻപുട്ട്. അപ്പൊ A5 ഇൻപുട്ട് എടുക്കും. അടുത്ത സ്റ്റെപ്പ് അടുത്തെന്ന് പറയുന്നത് പിൻ മോഡ് LED പിൻ ഔട്ട്പുട്ട്, അതായത് നമ്മൾ LED ഔട്ട്പുട്ട് എടുക്കും. നമ്മൾ ഈ LED പിൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്തിട്ടുണ്ട് 9 ആണ്. അതായത് നമ്മൾ പിൻ മോഡ് 9, ഔട്ട്പുട്ട്, അതായത് 9ാമത്തെ പിന്നിൽ ഔട്ട്പുട്ട് വരും. അടുത്ത സീരിയൽ ബിഗിൻ 9600, അതായത് നമ്മളെ Arduino എന്ന് പറയുന്ന ആ ഫ്രീക്വൻസിയിൽ മറ്റേ സീരിയലായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അതിനാണ് ആ സെൻസർ യൂസ് ചെയ്യുന്നത്. ഈ പിൻ മോഡ് 2 സെറ്റ് ചെയ്തത് എല്ലാവർക്കും മനസ്സിലായ എന്ന് വെച്ചത് LED പിന്നും LDRന്റെ പിന്നും നമ്മൾ ആദ്യമേ പറഞ്ഞു കൊടുത്തത്. ആ 2 കാര്യം മനസ്സിലായ? ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറഞ്ഞോ, മനസ്സിലായെന്ന് പറഞ്ഞു. ഇല്ല. ഞാൻ നോക്കാം. ഇല്ല. അതിലെ സൗണ്ട് ക്ലിയർ അല്ല കേട്ടാ. അല്ലേ സൗണ്ട് ഒരു വലിയ മുഴക്കം പോലെ കേൾക്കുന്നു കേട്ടോ. സർക്യൂട്ട് സെറ്റ് ചെയ്ത് ആദ്യം പറഞ്ഞത് മനസ്സിലായിരുന്ന? സർക്യൂട്ട് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് ബ്രെഡ് ബോർഡ് ഒക്കെ വെച്ചിട്ട് മനസ്സിലായി. കോഡല്ലേ മനസ്സിലാകാത്ത? അത് ഞാൻ ഒന്നുകൂടെ പറയാം. ആദ്യം നമുക്ക് കുറെ വാല്യൂസ് ഉപയോഗിക്കണം. അതായത് നമുക്ക് ആദ്യം കുറച്ച് നമ്മളെ പിൻ നമ്പർ അങ്ങനെ കുറെ വാല്യൂസ് ഉണ്ട്. അത് നമുക്ക് ഉപയോഗിച്ച് വെച്ചേക്കണം. എന്ന് വെച്ചാൽ നമുക്ക് എളുപ്പത്തിന് ഉപയോഗിക്കാൻ വേണ്ടി അതിനൊക്കെ ഓരോ പേര് കൊടുക്കണം. അതിനാണ് നമ്മൾ ഈ LDR പിൻ, LDR വാല്യൂ അങ്ങനെ കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് LDR പിൻ എന്ന് പറയുന്നത് A5 ആണ്. അതുകൊണ്ട് A5 എന്ന വാല്യൂ LDR പിന്നിലോട്ട് ഇട്ട് വെച്ചേക്കണം. അതേപോലെ LDR വാല്യൂ 0 ആക്കി വെച്ചേക്കണം. LED പിൻ ഈക്വൽ ടു 9 എന്ന് പറയുന്നത് 9 എന്ന് പറയുന്ന ആ വാല്യൂ നമ്മൾ LED പിന്നിലോട്ട് ഇടുക. അതേപോലെ LDR വാല്യൂ ടു റൈറ്റ് എന്ന് പറയുന്നതിലോട്ട് നമ്മൾ 0 ഇട്ട് കൊടുക്കുക. ഇത് പ്രോഗ്രാമില് ആദ്യമേ ഒന്നും ചെയ്യത്തില്ല. ഇത് ജസ്റ്റ് നമ്മൾ പറഞ്ഞു വെച്ചേക്കേ ഉള്ളൂ. അതിനും ഇത് ഉപയോഗിക്കുകയൊന്നുമില്ല. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കാനുള്ള കാര്യങ്ങളാണ് വോയിഡ് സെറ്റപ്പിൽ ആദ്യം പറഞ്ഞു കൊടുക്കുക. അതായത് നമ്മൾ എവിടെ നിന്നാണ് നമ്മൾ റീഡ് ചെയ്യുന്നത് റൈറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കൊടുക്കും. അതായത് നമ്മളിപ്പോ LED എപ്പോൾ കത്തണമെന്നൊക്കെ ഒരു കണ്ടീഷൻ ഇല്ലേ? LEDയുടെ പവർ എവിടെ കൊടുക്കണം, നമുക്ക് ആവശ്യമുള്ള LDRന്റെ പവർ എവിടെ വരണം എന്നൊക്കെ ആദ്യമേ ഇത് പറഞ്ഞു കൊടുക്കണം. അതാണ് വോയിഡ് സെറ്റപ്പിൽ ചെയ്യുന്നത്. അതിന് ഫസ്റ്റ് ലൈൻ നോക്കും. പിൻ മോഡ് LDR പിൻ ഇൻപുട്ട്. അതായത് നമ്മൾ ഇൻപുട്ട് ഏത് പിന്നിലാണെന്നാണ് പറഞ്ഞു കൊടുക്കുന്നത് ഈ സെന്റൻസ് എന്ന് പറയുന്നത്. പിൻ മോഡ് LDR പിൻ ഇൻപുട്ട്. അപ്പൊ നമുക്കറിയാം LDR പിന്നിൽ ഉള്ള വാല്യൂ എന്ന് പറയുന്നത് A5 ആണ്. എല്ലാവരും മറ്റേ ഫസ്റ്റ് ലൈൻ നോക്കും. LDR പിൻ ഈക്വൽ ടു A5.
പിൻ മോഡ് LDR പിൻ കോമ ഇൻപുട്ട്. അവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് LDR പിൻ എന്ന് പറയുന്നത് A5 ആണെന്ന് അറിയാം. അപ്പൊ നമുക്ക് വായിക്കാം പിൻ മോഡ് A5 കോമ ഇൻപുട്ട്. അതായത് ഇൻപുട്ട് എന്ന് പറയുന്നത് A5-ലാണ് വരുന്നത്. ഇൻപുട്ട് വാല്യൂ വരുന്നത് A5-ലാണ്. നമ്മൾ അതിനയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുക. അതേപോലെ പിൻ മോഡ് LED പിൻ കോമ ഔട്ട്പുട്ട്. അതായത് നമ്മൾ എവിടെയാണ് നമ്മുടെ ഔട്ട്പുട്ട് വരുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് നമുക്ക് കറണ്ട് കൊടുക്കേണ്ടത്, അതാണ് നമ്മൾ ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. അതുപോലെ നമുക്ക് LED പിൻ എന്ന് പറയുന്നത് 9 എന്ന് അറിയാം. അതായത് ആദ്യമേ നമ്മൾ പറഞ്ഞു കൊടുത്തേക്കാണ്. മൂന്നാമത്തെ ലൈൻ നോക്കിയാൽ മതി. LED പിൻ ഈക്വൽ ടു 9 എന്ന് ആദ്യമേ പറയുക. അപ്പൊ പിൻ മോഡ് LED പിൻ കോമ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പിൻ മോഡ് 9 കോമ ഔട്ട്പുട്ട് എന്നാണ്. അതായത് 9ാമത്തെ പിന്നിൽ ഔട്ട്പുട്ട് വരും. പിന്നെ നമ്മൾ സീരിയൽ ഡോട്ട് ബിഗിൻ 9600 കൊടുക്കും. അതെന്ന് പറയുന്നത് നമ്മൾ ഒട്ടുമിക്ക പ്രോഗ്രാമിലും ബേസിക് ആയിട്ട് കൊടുക്കുന്ന ഒരു സ്റ്റെപ്പാണ്. അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അതിന് വർക്ക് ആവാൻ വേണ്ടിയിട്ടുള്ള കോഡാണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. ഓ മനസ്സിലായി. അപ്പൊ നമുക്ക് അടുത്ത ലൂപ്പിലോട്ട് പോവാം. അടുത്തെന്ന് പറയുന്ന വോയിഡ് ലൂപ്പ്. ഇതിൽ നമ്മൾ കൊടുക്കുന്ന കാര്യം എന്ന് പറയുന്നത് തുടർച്ചയായിട്ട് വീണ്ടും ചെയ്യാനുള്ള കാര്യങ്ങളാണ്. അതായത് നമ്മൾ വെള്ളം നിറഞ്ഞോ ഇല്ലെന്ന് നോക്കിയ പോലെ അതിന് ചെയ്യേണ്ട കാര്യമാണ്. ഇതിൽ ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് LDR വാല്യൂ ഈക്വൽ ടു അനലോഗ് റീഡ് LDR പിൻ. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം LDR എന്ന് അതിന്റെ വാല്യൂ റീഡ് ചെയ്തെടുക്കണം. അതായത് എത്ര വെളിച്ചം വീഴുന്നു, അപ്പൊ എത്ര തടസ്സം വരുന്നു എന്നുള്ള ആ ഡേറ്റ നമുക്ക് LDR എന്ന് അതിലോട്ട് റീഡ് ചെയ്തെടുക്കണം. അതിനാണ് ഈ ഫസ്റ്റ് സെന്റൻസ് ഉപയോഗിക്കുന്നത്. ഇതിൽ പറഞ്ഞേക്കെന്ന് വെച്ചാൽ LDR വാല്യൂ, ആ LDR വാല്യൂ എന്ന് പറയുന്ന ആ പെട്ടി, ഒരു പെട്ടിയായിട്ട് സങ്കല്പിച്ചാൽ മതി. അതിലേക്ക് അനലോഗ് റീഡ് LDR പിൻ, LDR പിൻ എന്നുള്ള വാല്യൂ അനലോഗായിട്ട് റീഡ് ചെയ്ത് നിക്ഷേപിക്കണം LDR വാല്യൂയിലോട്ട്. ഇപ്പൊ LDR വാല്യൂല് ഈ ലൈൻ കഴിയുമ്പോൾ LDR വാല്യൂല് ആ ഒരു വാല്യൂ ഉണ്ട്, നമ്മൾ റീഡ് ചെയ്തെടുത്ത വാല്യൂ. അതിനി മാറത്തില്ല അടുത്ത ഇത് വരുന്നവരെ. അതിന്റെ രണ്ടാമത്തെ ലൈൻ നോക്ക്, സീരിയൽ ഡോട്ട് പ്രിന്റ് LDR വാല്യൂ. ഇതെന്ന് പറയുന്നത് നമുക്ക് നമ്മളെ കമ്പ്യൂട്ടറിൽ കാണാനാണ്. ഈ സെന്റൻസ് കൊടുത്താൽ നമ്മളെ കമ്പ്യൂട്ടറിൽ ആ വാല്യൂ പ്രിന്റ് ആയിട്ട് വരും. സീരിയൽ ഡോട്ട് പ്രിന്റ് LDR വാല്യൂ കൊടുത്താൽ ആ LDR വാല്യൂയിൽ ഉള്ള ആ നമ്പർ നമ്മളെ കമ്പ്യൂട്ടറിൽ വരും. അടുത്തെന്ന് പറയുന്നത് LDR വാല്യൂ ടു റൈറ്റ് ഈക്വൽ ടു മാപ്പ് LDR വാല്യൂ 344,1023,0,255. ഇതെന്ന് പറയുന്നത് നമ്മൾ LED-ക്ക് നമ്മൾ രണ്ട് കണ്ടീഷനെ കൊടുക്കുന്നുണ്ട്. ഒന്നെങ്കിൽ 0 ഒന്നെങ്കിൽ 1. അത് 0 അല്ലെങ്കിൽ 1. അപ്പൊ നമ്മൾ LED-ക്ക് കൊടുക്കുന്നതെന്ന് പറയുന്ന ഡിജിറ്റൽ വാല്യൂ ആണ് ഔട്ട്പുട്ട്. പക്ഷെ നമുക്ക് കിട്ടുന്നത് അനലോഗ് വാല്യൂ ആണ് LDR കിട്ടുന്നത്. അപ്പൊ നമ്മൾ LDR-ന്റെ അനലോഗ് വാല്യൂ ഡിജിറ്റൽ ആക്കി മാറ്റിയാലേ LED-യിലോട്ട് കൊടുക്കാൻ പറ്റും. അതിനാണ് നമ്മൾ ഈ സെന്റൻസ് യൂസ് ചെയ്യുന്നത്, 15ാമത്തെ സെന്റൻസ്. അതായത് LDR വാല്യൂ ടു റൈറ്റ് ഈക്വൽ ടു മാപ്പ് LDR വാല്യൂ 344,1023,0,255. അതായത് LDR വാല്യൂവിലെ അനലോഗ് വാല്യൂ അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 344 തൊട്ട് 1023 വരെ. അത് അനലോഗ് വാല്യൂന്റെ റേഞ്ച് ആണ്. അത് നമ്മൾ ഡിജിറ്റലിലോട്ട് ആക്കിയത്. ഡിജിറ്റലിന്റെ റേഞ്ച് ആണ് ഈ 0 തൊട്ട് 255. ആ റേഞ്ചിലോട്ട് ആക്കിയ വാല്യൂ നമ്മൾ അനലോഗ് LDR വാല്യൂ ടു റൈറ്റ് എന്ന് പറയുന്ന പെട്ടിക്കകത്തിട്ട് കൊടുക്കിയത്. ഇപ്പൊ LDR വാല്യൂ ടു റൈറ്റിൽ ഒരു വാല്യൂ ഉണ്ട്. അതെന്ന് പറയുന്നത് നമ്മൾ ഈ അനലോഗ് ആയിട്ട് റീഡ് ചെയ്തെടുത്ത വാല്യൂവിനെ ഡിജിറ്റലാക്കി കൺവേർട്ട് ചെയ്ത വാല്യൂ. പിന്നെ നമ്മൾ അനലോഗ് റൈറ്റ് LED പിൻ കോമ LDR വാല്യൂ ടു റൈറ്റ്. ആ സെന്റൻസ് എന്ന് പറയുന്നത് നമ്മൾ LED പിന്നിലോട്ട് ഈ LDR വാല്യൂ ടു റൈറ്റ് നമ്മൾ വിടുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഈ ഡിജിറ്റലാക്കി കൺവേർട്ട് ചെയ്ത വാല്യൂ ഡയറക്റ്റ് LED-യുടെ പിന്നിലോട്ട് വിടുകയാണ് ചെയ്യുന്നത്.
എന്ന് വെച്ചാൽ ആ വാല്യൂവിനനുസരിച്ചാണ് LED ബ്രൈറ്റ്നസ് വരുന്നത്. എന്ന് വെച്ചാൽ LED ഒരുപാട് കത്തണോ കുറച്ച് കത്തിയാൽ മതിയാണ് അവർ തീരുമാനിക്കുന്നത്. അതേപോലെ സീരിയൽ ഡോട്ട് പ്രിന്റ് LDR വാല്യൂസ് റൈസ് എന്ന് പറയുമ്പോൾ ആ വാല്യൂ നമുക്ക് സ്ക്രീനിൽ പ്രിന്റ് ചെയ്യാൻ പറ്റും. ഇത് പറഞ്ഞതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാവാതെ ഉണ്ടോ? ഇല്ല. ഒന്നും മനസ്സിലായില്ല. ഏതെങ്കിലും ലൈനാണ് മനസ്സിലാവാത്തതെങ്കിൽ അങ്ങനെ പറഞ്ഞാലും മതി. പറഞ്ഞുതരാം. ഏത് ഭാഗമാണ് മനസ്സിലാകാത്തതെന്ന് പറയണേ. ഒന്നും മനസ്സിലായില്ല എന്ന് പറയരുത്. ഏത് ഭാഗമാണ് മനസ്സിലാകാത്തതെന്ന് ചോദിച്ചാൽ പറഞ്ഞു തരും കേട്ടോ. വേഗമായിട്ട് പറയരുത്. മനസ്സിലായില്ല എന്നല്ല, ഏത് ഭാഗമാണ് മനസ്സിലാകാത്തത് ആ കോഡില്? മനസ്സിലായി. അല്ല, മൊത്തം പറയണമെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ശബ്ദത്തിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ആ ഒരു മുഴക്കമുള്ളോണ്ടേ അതായിരിക്കാണ് കാര്യം. ഒരു ഹൗളിങ് സൗണ്ട് പോലെ ഇങ്ങനെ കേൾക്കുന്നത്. അതാണെന്നറിയാം. ഞാനും നേരെ കേട്ടില്ല. ഞാനും അത് കേട്ടില്ല. എന്താണ് വ്യക്തതയില്ലായിരുന്നു. ഒരു ഹൗളിങ് പോലെ. പ്രോഗ്രാം ഇച്ചിരി ഒന്ന് കൺഫ്യൂസിങ് ആണ്. കാരണം സ്വന്തമായിട്ട് ലോജിക്ക് വെച്ച് ചെയ്തെടുക്കേണ്ട ഒരു പ്രോഗ്രാമാണിത്. എന്നാലും ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറഞ്ഞുതരാം. നമുക്ക് 2 ടൈപ്പ് കമ്പോണന്റ് ആണ് ഇതിൽ മെയിൻ ആയിട്ട് വേണ്ടത്. ഇവിടെ കാണാം, ഒരു സെക്കൻഡ് ഫുൾ സ്ക്രീൻ ഇട്ട് കാണിക്കാം. ഒരു LDR എന്ന് പറഞ്ഞൊരു കമ്പോണന്റ് ഉണ്ട്, നമ്മുടെ ഒരു LED ബൾബും ഉണ്ട്. LDR എന്ന് പറഞ്ഞാൽ ലൈറ്റ് വീഴുന്ന അനുസരിച്ച് അതിന്റെ റെസിസ്റ്റൻസിന്റെ വാല്യൂ മാറും. അല്ലെങ്കിൽ അതിന്റെ റെസിസ്റ്റർ, നമ്മൾ നേരത്തെ ഒരു റെസിസ്റ്റർ ഉപയോഗിച്ചില്ലേ, അതിന്റെ വാല്യൂ ലൈറ്റ് അനുസരിച്ച് മാറുന്ന ഒരു ഡിവൈസ് ആണ് LDR എന്ന് പറയുന്നത്. അപ്പം അത് നമ്മൾ A5 എന്ന് പറഞ്ഞ അനലോഗ് പിന്നുകളില്ലേ, നമുക്ക് കുറെ അനലോഗ് പിന്നുകളുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിലാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അതേപോലെ നമ്മുടെ LED ബൾബ് നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത് 9-ലാണ്. പിന്നെ നമ്മൾ ഈ LDRന്റെ വാല്യൂ ആദ്യമേ ഒന്ന് 0 ആക്കി വയ്ക്കണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ വരുമ്പോൾ ഈ റെസിസ്റ്റൻസ് മാറുന്നത് ഭയങ്കര വ്യത്യാസമായിട്ട് മാറി നമുക്ക് ഉദ്ദേശിക്കുന്ന ഒരു ഔട്ട് കിട്ടത്തില്ല. പിന്നെ ഈ വോയിഡ് സെറ്റപ്പ് മനസ്സിലായല്ലോ. LDR പിന്നും LED പിന്നും ഏതാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. പിന്നെ ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആദ്യമേ നമ്മൾ ആ റെസിസ്റ്റൻസ്, ആ LDR എന്ന് പറയുന്ന ആ ഒരു റെസിസ്റ്ററിൽ നിന്ന് വരുന്ന വാല്യൂ നമ്മുടെ LDR വാല്യൂയിലോട്ട് മാറ്റി സ്റ്റോർ ചെയ്യും. നേരത്തെ 0 ആയിരുന്നത് ഇപ്പൊ നമ്മൾ എടുക്കുന്ന വാല്യൂ ആയിട്ട് മാറും. എന്നിട്ട് അത് നമ്മൾ ഔട്ട്പുട്ടിൽ കാണിക്കണം. ജസ്റ്റ് ഒന്ന് ഔട്ട്പുട്ടായിട്ട് നമ്മുടെ സ്ക്രീനിൽ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ 2ാമത്തെ വരി നമ്മൾ ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ ഈ 3ാമത്തെ വരി എന്ന് പറയുന്നത് നമ്മൾ LDR വാല്യൂ ടു റൈറ്റും ആദ്യമേ 0 ആക്കി വെച്ചു. ഇല്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ആദ്യമേ എടുക്കുന്ന വാല്യൂ പലതാണെങ്കിൽ തോന്നുന്ന സമയത്തൊക്കെ സ്ട്രീറ്റ് ലൈറ്റ് കയറി കത്തിക്കളയും. നമ്മൾ സ്വിച്ച് ഇടുമ്പോൾ തന്നെ ചിലപ്പോൾ സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ കത്തി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അത് ഒഴിവാക്കണം. എന്നിട്ട് അവിടെയാണ് നമ്മൾ ഈ ഒരു എണ്ണം വരുന്നത്. ഇത് ഇച്ചിരി കടുപ്പമുള്ളൊരു വരിയാണ്. ഇതെന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇപ്പൊ നമുക്ക് 7 മണിയായാലും നിങ്ങൾ 2 മണിക്കൂർ കൊണ്ട് ഇരിക്കുകയല്ലേ. എന്നിട്ട് നമ്മൾ അനലോഗ് റൈറ്റ് LED പിന്നിലും LDRന്റെ വാല്യൂ നമ്മൾ LED പിന്നിലേക്ക് എടുത്ത് ഇട്ട് കൊടുത്തു. നേരത്തെ പറഞ്ഞ LED വാല്യൂ ടു റൈറ്റ് എന്ന് പറഞ്ഞ പെട്ടി കിടന്ന വില നമ്മൾ LED പിൻ എന്ന് പറഞ്ഞ പെട്ടിയിലേക്ക് മാറ്റി കൊടുത്തു. അപ്പൊ അതനുസരിച്ചാണ് നമ്മുടെ ഈ ഒരു LED ലൈറ്റിന്റെ ഒരു, അതായത് സൂര്യപ്രകാശം വരുന്നതനുസരിച്ച് മാറി മാറി കത്തുന്നത്. ഈ പ്രോഗ്രാം മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല, അടുത്ത ക്ലാസ്സിലും കൂടെ നമുക്ക് ഒന്നുകൂടെ ഇത് നോക്കാം. എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന്, നമ്മൾ നേരത്തെ ഒരു ടിങ്കർകാഡ് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് പരിചയപ്പെട്ടില്ലേ, ഈ ഒരു വെബ്സൈറ്റ് വഴി ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നമ്മൾ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ മനസ്സിലാവും. ഇന്നിപ്പോ 7 മണിയായില്ലേ, നമുക്ക് ഇന്നത്തേക്ക് എങ്ങനെയാണെങ്കിൽ നിർത്താം. നമ്മൾ അടുത്ത ക്ലാസ് എന്നാണെന്ന് വെച്ചാൽ നമുക്ക് ആ ദിവസം നമ്മുടെ ഇത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതുപോലെ ഇപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങൾ 2 മണിക്കൂർ കൊണ്ട് കേട്ടോണ്ടിരുന്നതുകൊണ്ട് കൂടെ ആയിരിക്കും പെട്ടെന്ന് മനസ്സിലാവാത്തത്. എന്തായാലും ഒന്നുകൂടെ നമ്മൾ ആ സൗണ്ടിന്റെ പ്രശ്നവും കൂടെ പരിഹരിച്ചിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് ഒന്നുകൂടെ കേൾക്കാം. അപ്പൊ എന്തായാലും മനസ്സിലാവും. ഓക്കെ അല്ലേ? അജയൻ സാറേ, എങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം സാർ. മതി. നിങ്ങൾ എന്തോ കോളേജിൽ പരിപാടി ഇല്ലേ?